ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് നമുക്ക്. രാവിലെ നേരത്തെ ഏകദേശം 189 പേരാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളത്. ഏഹ് കുറെ നാളുകളായിട്ട്, വളരെ വളരെ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചാറ്റ് വിത്ത് ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. നമ്മൾ ഗ്രോമാക്സ് ക്ലബ്ബിൽ, അതായത് ബൈജൂസ് അക്കാദമിയുടെ ഗ്രോമാക്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്താണ് നമ്മളിത് നടത്തല്. രമേശൻ സാറൊക്കെ വരുന്ന സമയത്ത് നമ്മളിത് എല്ലാ ഗ്രൂപ്പിലും നമ്മളിത് ഷെയർ ചെയ്തിട്ടുണ്ട്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് ആളുകൾ ഇനിയും വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈവനിങ് ഒക്കെ ആകുമ്പോൾ രാവിലെ നേരത്തെ നടത്തുന്ന ആ ഒരു ഫ്രഷ് എനർജി, കാരണം രമേശ് സാറിനെ പോലെ ഒരാള് രാവിലെ നേരത്തെ വരുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. കാരണം ഹരി, രമേശ് സാറിനെ ഒന്ന് പിൻ ചെയ്യണം കേട്ടോ ആ സമയത്ത് തുടങ്ങുമ്പോൾ. ഓക്കെ. അപ്പൊ രമേശൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ എപ്പോഴും, അതായത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. ധാരാളം പേര് നമ്മളുടെ കൂട്ടത്തിൽ വർഷങ്ങളായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കുന്നുണ്ട്. കൃഷ്ണൻകുട്ടി സാർ, അതുപോലെ ധാരാളം ആളുകൾ. അപ്പോ രമേശ് സാറിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും നോക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരുപാട്, അതായത് ബൈജൂസ് അക്കാദമിയുടെ ട്രെയിനിങ്ങിൽ ഒരുപാട് ഡയലോഗുകളൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മൾ സംസാരിച്ചു വരുമ്പോഴും ആളുകളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ധാരാളം ഡയലോഗുകളൊക്കെ പറയും. അത് അതേപടി പകർത്തി ആളുകളോട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് രമേശ് സാർ എപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംപ്ലിമെന്റേഷൻ സൈഡിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെയാണ്. അത് ഡയലോഗ് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ. അപ്പൊ ഏകദേശം 30 വർഷങ്ങളോളം, ഈ 30 വർഷത്തോളം ഈ ഒരു ഫീൽഡിലൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ MDR ചെയ്യുന്നു, ഡബിൾ MDR ചെയ്യുന്നു, പ്രീമിയം കോടിപതി ചെയ്യുന്നു, ഗാലക്സി ക്ലബ് മെമ്പർ ആണ്. അപ്പൊ ഒരുപാട്, ധാരാളം, ഈ 30 വർഷത്തെ ധാരാളം അനുഭവങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ഇതൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് മോഡിലല്ല പോകുന്ന, ഒരു ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ എന്നുള്ള രീതി. കാരണം എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ കുറേയും കൂടെ അത് ചിലപ്പോൾ നീണ്ടുപോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് രമേശ് സാറോട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിന് ഉത്തരം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മളുടെ ബൈജൂസ് അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട 30 years എക്സ്പീരിയൻസ് ഉള്ള ഇൻഷുറൻസ് ലെജൻഡ് നമ്മുടെ രമേശൻ സാർ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം സർ, വെൽക്കം. സാർ നമസ്കാരം. യെസ്, നമസ്കാരം സർ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ നല്ല പ്രഭാതത്തിൽ. അതുപോലെ തന്നെ സാർ ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ലെജൻഡ് എന്നുള്ളത്. എനിക്കത് ആ വാക്കുകൾ, ആ വാക്ക് അല്ല, ഞാൻ അത്ര എത്തിയോന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട്. എങ്കിലും സാറിന്റെ വാക്ക് ഞാൻ ശിരസാ വഹിക്കുന്നു, സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഈ നല്ല പ്രഭാതത്തിൽ എൻ്റെ രണ്ട് വാക്കുകൾ കേൾക്കാനായി ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, എസ്പെഷ്യലി ഞാനൊന്നും ഈ ഫീൽഡിൽ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് കൃഷ്ണൻകുട്ടി സാറിനെയും സോണി മറ്റുള്ളവരെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയേക്കണത്. ഞാൻ ഇപ്പോഴും ആ കാര്യത്തിൽ വളരെ വളരെ ശിശുവാണെന്ന് എനിക്ക് തോന്നിയേക്കണേ. എങ്കിലും അണ്ണാറക്കണ്ണനും തന്നാലായ എന്നുള്ള രീതിയിൽ ഞാനും ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് പഴഞ്ചൊല്ലൊക്കെ ഉപയോഗിക്കുന്ന ആളാട്ടോ സാറേ, കുഴപ്പമില്ലല്ലോ? അതൊന്നും കുഴപ്പമില്ല. സാറ് സ്വമേധയാ സാറിന്റെ ശൈലിയിൽ അങ്ങ് പോയാൽ മതി. അപ്പൊ ആ, എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തു പോകുന്നു. ഇനി സാർ എന്നോട് ചോദിക്കുവാണോ അതോ ഞാൻ ഞാൻ ചെയ്യാനോ? അങ്ങോട്ട് ചോദിക്കാം. ഞാൻ അങ്ങോട്ട് തന്നെ ഓക്കെ. ചോദിക്കാം. അപ്പൊ കുറച്ച് കേൾക്കുന്ന ആളുകൾക്കും ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും. നോക്കൂ സാർ, ഇപ്പോ 30 വർഷം മുമ്പ് ലൈഫ് ഇൻഷുറൻസ് ഒരു കരിയർ ആയിട്ട് സാറ് തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്തായിരുന്നു? എങ്ങനെയാണ് ഈ മേഖലയിൽ എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? കാരണം ഇതൊരു കരിയറായിട്ട് ഞാൻ സെലക്ട് ചെയ്തതല്ല. ഞാൻ എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്നു. 88 മുതൽ അങ്ങനെ ജോലി ചെയ്തു പോരവേ ആ ഓഫീസിലെ ഞങ്ങൾക്ക് 2-3 കമ്പനികളും അതിന്റെ ഓഫീസുകളൊക്കെ ഉണ്ടായിരുന്നു. ഓഫീസ് എറണാകുളത്തും, കമ്പനി പല പല സ്ഥലങ്ങൾ, തലശ്ശേരി, അതുപോലെ തന്നെ കോലഞ്ചേരി, തൃപ്പൂണിത്തുറ സൈഡിലേക്കാണ്. എൻ്റെ ഹെഡ് ഓഫീസ് കച്ചേരിപ്പടിയായിരുന്നു. അപ്പൊ ആ ഓഫീസിലെ ബാങ്കിലെ കാര്യത്തിന് മറ്റുള്ള ഓഫീസിന്റെ ഔട്ട്സൈഡ് വർക്കുകളിലൊക്കെ ഞാനാ പോണേ. ഒരു സാറ്റർഡേ ഞാൻ ഇങ്ങനെ ഒരു 11:30 മണിക്ക് MG റോഡ് വഴി പോകുമ്പോൾ ആണ് LIC ഓഫീസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ ബോർഡ് കാണുന്നത്. അപ്പൊ ജോലി അത്ര സെക്യൂർ ഒന്നുമല്ല അന്ന്. വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ ജോലിയോടൊപ്പം ജോലി നിലനിർത്തിക്കൊണ്ട് പോകണം. ജോലിയോടൊപ്പം അഡീഷണൽ ആയിട്ട് 1000 രൂപ ഇൻകം ഉണ്ടാക്കുന്ന ഒരു ജോലിയും കൂടി കണ്ടെത്തണം എന്നുള്ളൊരു നിലയ്ക്ക് ഞാൻ അങ്ങനെ ആലോചിച്ച് പോകുന്ന സമയത്താണ് LIC എന്നുള്ള മഹാപ്രസ്ഥാനത്തിന്റെ ബോർഡ് കാണുന്നത്. എന്താണ് അവിടെ, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസയില്ല. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ ജോലി ചെയ്യണം. ആ സമയം കഴിഞ്ഞിട്ട്
ഒരു അഡീഷണൽ ഇൻകം എന്തുണ്ടാക്കാം എന്നുള്ളൊരു ചിന്ത അങ്ങനെ മനസ്സിലേക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഞാനൊരു സാറ്റർഡേ പോകുമ്പോൾ ഈ LIC ഓഫീസ്, അന്ന് ശനിയാഴ്ച വർക്കിംഗ് ഡേ ആയുള്ള ദിവസമായിരുന്നു. ഞാൻ ഓഫീസിലേക്ക് കയറി ചെന്നു. അപ്പോൾ 12 മണിക്ക് ബാങ്കിൽ ചെല്ലണം. അന്ന് സാറ്റർഡേ 12 മണി വരെ ഉള്ളൂ. ഞാൻ 11:30 മണിക്കാണ് ഞാൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ LIC ഓഫീസിൽ ചെന്നു. ഞാൻ നേരെ മാനേജറുടെ ക്യാബിൻ ചെന്നു. പറഞ്ഞു, സാറേ എൻ്റെ പേര് രമേശൻ, എൻ്റെ വീട് ഇന്നോടത്താണ്, ഞാൻ ഇന്നോടത്ത് ജോലി ചെയ്യുന്നു, എനിക്കൊരു ഏജൻസി എടുത്ത് വർക്ക് ചെയ്ത് കൊള്ളാം, എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ഞാൻ നേരിട്ട് മാനേജറുടെ ക്യാബിനിലേക്ക് കയറി ചെന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ അങ്ങേർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങേര് അവിടെ നിന്ന് തന്നെ ഒരു ഡെവലപ്മെന്റ് ഓഫീസർ KA സൈനിധി എന്ന ആളുടെ അടുത്തിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം. ഒരു 1000 രൂപ അഡീഷണൽ ഇൻകം പ്രതീക്ഷിച്ച്, അന്ന് ജോലിക്ക് സാലറി 1000 രൂപയുണ്ട്. 95 കാലഘട്ടത്തിലാട്ടോ അന്ന് 1000 രൂപയ്ക്ക് വലിയ വാല്യൂ ഉള്ള. അപ്പോൾ ഒരു 1000 രൂപയുടെ ഉണ്ടെങ്കിൽ അന്നത്തെ ജീവിതം വളരെ ലാവിഷായിട്ട് സന്തോഷകരമായിട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഒരു വിവാഹത്തിന് ശേഷവും അത് എങ്ങനെയെങ്കിലും കൂട്ടാമെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ കരിയറിലേക്ക് ഞാൻ കടന്നു വന്നത്. എൻ്റെ തുടക്കം അങ്ങനെയാണ്. ഓക്കെ സാർ, ഓ അങ്ങനെയാണ് വന്നതല്ലേ. ഓക്കെ. ഇപ്പോ സാധാരണയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഏജൻസി എടുത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിന്റെ ഒരു പാഷൻ അല്ലെങ്കിൽ ടെമ്പോ ധാരാളം ആളുകൾക്ക് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു അനുഭവം പല ആളുകളും പറയാറുണ്ട്. രമേശ് സാർ എങ്ങനെയാണ്? ഇപ്പൊ നോക്കൂ, 30 years മുമ്പ് നിങ്ങൾ ഏജൻസി എടുത്തു, 1000 രൂപ വരുമാനം എന്ന ആ ഒരു കൺസെപ്റ്റിൽ കുറച്ചും കൂടി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മറ്റു ജോലിയുടെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഈ 30 വർഷങ്ങളും ഈ ഒരു പ്രസ്ഥാനത്തിനകത്ത് ഈ സെയിം പാഷൻ എങ്ങനെയാ നിലനിർത്താൻ പറ്റുന്നത്? പാഷനേറ്റ് ആയിട്ട് ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴും? ഇപ്പൊ ലാസ്റ്റ് MDRT ആണ്, ഗാലക്സി ക്ലബ് മെമ്പർ ആണ്, ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഹൗ ടു മെയിൻറ്റെയിൻ ദിസ് പാഷൻ? എങ്ങനെയാ അത് ചെയ്യുന്നത്? സാറേ, അത് അങ്ങനെ ചോദിച്ചാൽ നമ്മളത് ചെയ്തു വരുന്തോറും നമുക്കതൊരു ആവേശമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി കയറി വരും. പിന്നെ നമ്മൾ ഒരു ദിവസം ഒരു 5 പേരോടെങ്കിലും ഞാൻ ഈ കാര്യങ്ങൾ ഞാനത് സംസാരിക്കും. അപ്പൊ അത് സംസാരിച്ചു വരുമ്പോൾ നമ്മൾ എത്ര ശാരീരികമായിട്ട് മാനസിക ക്ഷീണിതരാണെങ്കിലും നമുക്ക് ആ ക്ഷീണങ്ങളെല്ലാം വിട്ടുമാറും. അത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ അവൻ ആ ബിസിനസ് ക്ലോസ് ചെയ്തില്ലെങ്കിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയും അത് കേൾക്കാനുള്ള മനസ്സും കാണിക്കുന്നതോറും നമുക്കതൊരു എന്താ പറഞ്ഞേ, അത് നമുക്ക് ഒരു ആവേശമായിട്ട് നമുക്ക് അതിനൊരു ഒരു മടിപ്പ് തോന്നൂല. നമുക്കൊരു അവിടെ ഒരു ഡിപ്രഷൻ നമ്മളുടെ ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളതൊരു എന്താ പറഞ്ഞ, ഞാനതിനെ എങ്ങനെയാണ് സെന്റൻസ് ചെയ്യണമെന്ന് എനിക്ക് വാക്കുകളില്ല. എനിക്കത് ഇപ്പോഴും ഒരു വലിയൊരു ആവേശമായിട്ടാണ് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ലക്ഷ്യം, നമ്മുടെ MDRT അല്ലെങ്കിൽ ഗാലക്സി അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുള്ള ഒരു ഫീല്, ഒരു അഭിനിവേശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരു പാഷനായിട്ട് തന്നെ നമുക്കത് നിലനിൽക്കും. ഓക്കെ സാർ, താങ്ക് യു. വേറൊരു കാര്യം ചോദിച്ചോട്ടെ സാർ? ഇപ്പൊ നമ്മള് ആളുകളോട് സംസാരിക്കുന്നത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആണ്. പൊതുവേ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് സംസാരിക്കാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പൊ ധാരാളം ആളുകൾ ജീവിതത്തിൽ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് സാമ്പത്തിക ആസൂത്രണം കൊണ്ട് നടന്ന് അതിൽ തൃപ്തിപ്പെടുന്ന അല്ലെങ്കിൽ അതൃപ്തിപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ സാറ്, ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ നോക്കൂ, വിൽപ്പന നടക്കണമെങ്കിൽ വിൽക്കാൻ പോകുന്ന ആളെ ഇഷ്ടപ്പെടണം, വിശ്വാസം ഉണ്ടാവണം, പ്രോഡക്റ്റും സർവീസും നന്നായിട്ട് ഉണ്ടാവണം. അപ്പോ ഈ കസ്റ്റമറുമായിട്ടൊരു, ഇപ്പൊ ഞാൻ കേട്ടിരിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ബിസിനസ്സിന് വേണ്ടി ധാരാളം യാത്ര ചെയ്യുന്ന ഒരാള്, അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആളുകളെയൊക്കെ ചെന്ന് ക്യാൻവാസ് ചെയ്യുന്ന ഒരാളൊക്കെ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോ ഈ ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനിടയിൽ ഒരു വിശ്വാസവും ഒരു റാപ്പും ഒക്കെ ബിൽഡ് ചെയ്യാൻ സാർ എന്താ ചെയ്യുന്നത്? കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രധാന സംഗതിയാണ്. കമ്പനി LIC ആണെങ്കിലും മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ കൂടെ. അപ്പൊ ഒരു ട്രസ്റ്റും റാപ്പും ഒക്കെ കാരണം ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഞങ്ങൾക്ക്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സാറേ, ഞാൻ ഈ LICയുടെ ഇതോടൊപ്പം തന്നെ യുണൈറ്റ് ഇന്ത്യയിലും ഏകദേശം ഒരു 2 കോടി രൂപയോളം പ്രീമിയം സമാഹരിക്കുന്ന ഒരു ഏജന്റാണ് ഞാൻ. അതിനകത്തൊരു മന്ത്ലി ഒരു 350-നും 400-നും ഇടയ്ക്ക് പോളിസികൾ എൻ്റെ പോർട്ടൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കസ്റ്റമറെ മെയിനായിട്ട് ഞാൻ ഈ വെഹിക്കിൾ ഇൻഷുറൻസിലൂടെ അല്ലെങ്കിൽ യുണൈറ്റ് ഇന്ത്യയുടെ ഇൻഷുറൻസിലൂടെയാണ് ഞാൻ ഈ കസ്റ്റമറെ കൂടുതലായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കാൻ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ, എൻ്റെ ക്യാബിലുണ്ടെങ്കിൽ ഞാൻ അവരെ എൻ്റെ ക്യാബിലിനെ വിളിച്ചിരുത്തി ഞാൻ ആദ്യമേ ഒരാളെ പരിചയപ്പെടുമ്പോൾ ഒരു ടെലിഫോണിക് ആണെങ്കിലും ഡയറക്റ്റ് ആണ്
ഡയറക്റ്റ് ആണെങ്കിൽ ഞാൻ ഒരു പരിചയപ്പെടുമ്പോൾ അയാളുടെ ജോലി, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഞാൻ അവരിലൂടെ ഡയറക്റ്റ്ലി ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമേ വെഹിക്കിളിന്റെ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ അയാളെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയും, ഇന്ന പോലെയാണ് ഇതിന്റെ കാര്യങ്ങൾ, എൻ്റെ അടുത്ത് നിന്ന് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. എവിടെ നിന്ന് എടുത്താലും ഇതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് നാളെ നമുക്ക് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന സർവീസ്, അപ്രോച്ച്, സപ്പോർട്ട് കിട്ടുന്ന ഒരാളുടെ അടുത്തുനിന്ന് വേണം നിങ്ങളുടെ പോളിസി നിങ്ങൾ എടുക്കാൻ. അതേപോലെ തന്നെ സാറിന്റെ വീട്ടിലെ ഒരു ഏർണിംഗ് മെമ്പർ, അപ്പൊ ഇതൊക്കെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്. ഒരു സിംഗിൾ ഇൻകം ഷോൾഡർ ആണ് സാറ് വഹിക്കുന്നത് എങ്കിൽ, ഒരു റെസ്പോൺസിബിലിറ്റി, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണെങ്കിൽ സാറിനും അതേപോലെ തന്നെ ഈ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കാൻ കാണിച്ച ഇൻട്രസ്റ്റും ആവശ്യകതയും സാറിന്റെ ലൈഫിലും അത് കാണിക്കണം. കാരണം സാറിന്റെ വരുമാനം പ്രതീക്ഷിച്ച് പക്ഷി മുട്ടയിട്ടിട്ട് കുഞ്ഞ് വിരിയിച്ചിട്ട് പുറത്തേക്ക് തീറ്റ തേടി പോകുമ്പോൾ ആ പക്ഷി ആ കൂട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എല്ലാം ഇങ്ങനെ വാ തുറന്ന് ഇരിക്കുകയും ഓരോ കുഞ്ഞുങ്ങളുടെ വായിലേക്കും ആ കൊണ്ടുവരുന്ന പക്ഷിയുടെ കുക്കിലിരിക്കുന്ന ആഹാരം കുറേശ്ശെ ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ഈ ഫാമിലിയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ സാറിനും ഇതുപോലെ ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് ഫ്യൂച്ചറിലേക്കും നന്നായിരിക്കും എന്നുള്ള ഒരു ഉപദേശ രൂപേണ ഞാൻ സാറിനെ ഒരു പറഞ്ഞു തരുന്നു. അത് എപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് എടുക്കണമെന്ന് ഞാൻ ഒരാളോടും ഇൻസിസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഈ കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ടിലാണെന്ന് പറയുന്ന പോലെ എൻ്റെ അടുത്ത് നിന്ന് എടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഞാനത് പറയാതെ പറയുന്നു. അപ്പോ എന്നോട് ചോദിക്കും എന്താണ് കാര്യങ്ങൾ എന്ന് ചോദിക്കും, ഞാനത് സംസാരിക്കും. പിന്നെ ഞാൻ 30 വർഷമായിട്ട് അല്ലെങ്കിൽ 25 വർഷമായിട്ട് രംഗത്തുള്ള ആളാണ്. എൻ്റെ റെക്കോർഡ്സിൽ ഏജൻസി തുടങ്ങിയ അന്ന് മുതലുള്ള എല്ലാ ആൾക്കാരുടെയും റെക്കോർഡ്സ് എനി ടൈം 24/7 എൻ്റെ ബാഗിലുണ്ടാവും. അപ്പൊ ഞാൻ ഈ റെക്കോർഡ്സുകളെല്ലാം അവരെ കാണിച്ചു കൊടുക്കും. അവരുടെ മച്യൂരിറ്റി വാങ്ങിച്ചു കൊടുത്തത്, ഡെത്തുകളെയും വാങ്ങിച്ചു കൊടുത്തത്, അതിന്റെ ഈ മാസത്തെ ഡ്യൂ ലിസ്റ്റ്, ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് അവരെ കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ അവരിൽ ഒരു ട്രസ്റ്റ്, അവരിൽ വിശ്വാസം നമ്മൾ അവരിൽ ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഞാൻ ഒരു ബിസിനസ് എഴുതാൻ പോകുമ്പോൾ ഒരു ഒറ്റ സിറ്റിങ്ങിൽ ഞാൻ ആ പോളിസി ഒരിക്കലും ഞാൻ ക്ലോസ് ചെയ്യാറില്ല. അവർ തരാൻ തയ്യാറാണെങ്കിൽ പോലും ഞാൻ പറയും, സാറേ അല്ലെങ്കിൽ ചേട്ടാ, നിങ്ങൾ ഇത് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യൂ. ഇതൊരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്. ഒരു വർഷത്തെയോ KSF ചിട്ടി പോലെ 1 വർഷത്തെയോ 2 വർഷത്തെയോ 5 വർഷത്തെയോ ചിട്ടിയല്ല. ഇത് 10 വർഷത്തിന് മേതെയുള്ളതാണ്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് ഇത് വേണോ വേണ്ടയോ, ഇത്ര വേണോ ഇത്ര മതിയോ എന്നുള്ളത് കാര്യം ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് മാത്രം എന്നെ വിളിച്ചാൽ മതി. ഇനി ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൺവിൻസ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ എടുക്കണമെന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് മാത്രം തീരുമാനമെടുത്താൽ മതി. കാരണം ഇത് ഇങ്ങനെ നമ്മൾ ഒരു വാക്ക് അവരിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെ 90% നമ്മളെ കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു അനുഭവത്തിലൂടെ എനിക്ക് തോന്നിയേക്കുന്നത്. ഒരു ദിവസമോ അല്ലെങ്കിൽ അന്ന് വൈകിട്ടോ പിറ്റാൻ ദിവസമോ എന്നെ തിരിച്ചു വിളിക്കും സംശയങ്ങളൊക്കെ തീർക്കാൻ. അപ്പൊ ഞാൻ ഒരിക്കലും ടെലിഫോൺ വഴി ഇത് ഞാൻ സംശയം തീർക്കില്ല. ഞാൻ 2-3 പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് പോയി അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരെ പോയി എഡ്യൂക്കേറ്റ് ചെയ്ത് ഞാനത് ക്ലോസ് ചെയ്ത് പോരും. ഓക്കെ സർ, വെരി ഗുഡ്. വേറെ ഒന്ന് ചോദിക്കാനുള്ള, ഇപ്പൊ ധാരാളം ആളുകൾ ഇപ്പൊ നോക്കൂ, ആസ് എ ട്രെയിനർ എന്ന നിലയിൽ ലാസ്റ്റ് ഒരു 5 ഇയർ ആയിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട്. ധാരാളം ആളുകൾ നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വരുന്നുണ്ട്. കുറച്ചു കാലം ട്രെയിനിങ് പ്രോഗ്രാമിൽ വന്ന ശേഷം വിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സാറെ ട്രെയിനിങ്ങിന് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രോസ്പെക്ടിങ് എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് നടത്താൻ പറ്റുന്നില്ല. നോക്കൂ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ പ്രോസ്പെക്ടിങ് ആണ് ഈ ഒരു സംഗതിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാറ് കൊണ്ടു നടക്കുന്ന പ്രോസ്പെക്ടിങ് മെത്തേഡ് എന്താണെന്നൊന്ന് ഷെയർ ചെയ്യാവോ? സാറേ, ഞാനൊരു പേപ്പർ കാണിക്കാം, സ്ക്രീനിൽ കാണാൻ പറ്റുമോ? കാണുന്നുണ്ട്. ഇടയ്ക്കൊരു മങ്ങല് വരുന്നുണ്ട്, എങ്കിലും വരുന്നുണ്ട്. ഇപ്പൊ ഓക്കെയാണ്, ക്ലിയർ ആണ്. ഓക്കെ. ഞാൻ ഒരാളെ പരിചയപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഒരാളെ ഞാൻ ലക്ഷ്യം വെക്കുമ്പോഴും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെക്കുമ്പോഴും ഞാൻ ഇയാളുടെ പേര് അല്ലെങ്കിൽ ഇയാളുടെ ജോലി അല്ലെങ്കിൽ ഇയാളുടെ വീട് അല്ലെങ്കിൽ ഇയാളുടെ ഉപയോഗിക്കുന്ന വാഹനം ഇത് വെച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് ഞാൻ ഈച്ച് ആൻഡ് എവറി ഡേ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ കൂടെ അതിന് ഇത്രയും സ്പേസ് കൂടെ ഉണ്ട്, ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും.
ഇത് ഇത് ഞാൻ രാവിലെ എപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു ആ സമയമോ തിരിച്ച് വൈകിട്ട് വീട്ടിൽ വരുന്നവരെ ഇത് എന്റെ പോക്കറ്റിലുണ്ടാവും. അപ്പൊ ഞാൻ ഏതെങ്കിലും ട്രാഫിക് ജാമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഓഫീസിലോ ആണെങ്കിൽ ഞാൻ ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന് അവരെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യും, മെസ്സേജ് ഇടും. നല്ല നല്ല സാർ ഇടുന്ന നല്ല നല്ല മെസ്സേജുകൾ ഞാൻ എല്ലാ ട്രെയിനറുടെയും ക്ലാസ്സിൽ പോകുന്ന ആളാണ്. പ്രവീൺ സാറിന്റെ ക്ലാസ്സിൽ, കെ വി ആറിന്റെ ക്ലാസ്സിൽ, ഞാൻ ഇന്നലെ കെ വി ആറിന്റെ ക്ലാസ്സിൽ കയറിയപ്പോ ബിനോയ് ഹരിദാസ് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഓർത്ത് പുള്ളി എല്ലാ ട്രെയിനറുടെയും ക്ലാസ്സിലുണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ ഈ പോസ്റ്റുകളൊക്കെ ഓരോരുത്തർക്ക് ഷെയർ ചെയ്യും. അപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ടാവും. അപ്പോൾ അവരുടെ ആ ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുഞ്ഞിന്റെ ഫ്യൂച്ചറിൽ എഡ്യൂക്കേഷനെ കുറിച്ചും അവരുടെ ഓൾഡ് ഏജിലേക്കുള്ള റിട്ടയർമെന്റ് ഫണ്ടിനെ കുറിച്ചും അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയും, സാറേ ഇത്രയും പ്രായമൊക്കെ ആയി, ചുമച്ച് കുറച്ചിരിക്കുമ്പോൾ നമുക്ക് പാരസെറ്റമോൾ മേടിക്കാനുള്ള പൈസയെങ്കിലും അന്ന് നമ്മൾ മക്കളെ ആശ്രയിക്കാതെ ചെയ്യണമെങ്കിൽ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്നുള്ള കുറച്ച് പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞ് അവരെ അവർ ഇതിലേക്ക് കൊണ്ടുവരും. പിന്നീട് ഞാൻ ആരുടെ സ്റ്റാറ്റസ് കണ്ടാലും, ഒരു ബർത്ത്ഡേ ആണെങ്കിലും ഒരു വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഞാനൊരു വിഷസ് ഇടും. എന്നിട്ട് ഞാൻ അതിനകത്തിട്ട് ഞാൻ ഒരു വോയിസ് ഇടും. വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ ഞാനിങ്ങനെ വോയിസ് ഇടും, ഈ ചിരിയും കളിയും സന്തോഷവും ദീർഘകാലം നീണ്ടു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നിങ്ങളുടെ ഓൾഡ് ഏജിലേക്കും ഈ വിവാഹ വാർഷിക ആഘോഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആളുടെ ഇടപെടലോ ശ്രദ്ധയോ ഇല്ലാതെ, മാർക്കറ്റ് രഹിതമായിട്ട്, ഫ്ലക്സുവേഷൻ ഇല്ലാതെ ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു എമൗണ്ട് കിട്ടുന്ന ഒരു പുതിയ പദ്ധതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ LIC എന്നുള്ള മഹാപ്രസ്ഥാനം വഴി നടത്തിയിട്ടുണ്ട്. ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് ഇടുന്നു. വീണ്ടും നിങ്ങൾക്ക് വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് ഇടും. സാറേ, ആ വോയിസ് ഇട്ടതിലൂടെ എനിക്ക് കഴിഞ്ഞ ജൂലൈയിൽ ഒരു 25 ലക്ഷം രൂപയുടെ ഒരു പോളിസി എനിക്ക് കിട്ടി. ഈ ജനുവരിയിലോ ഫെബ്രുവരിയിലോ എഗെയിൻ വൈഫിന്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ പോളിസി എഴുതാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും, ഇത് രണ്ടാളുടെ പേരിലും എടുക്കണം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരുടെ പേരിലും എടുക്കണം. അപ്പോ ഒരാൾ ഇവിടുന്ന് പോകുമ്പോൾ അടുത്ത ആൾക്ക് അതൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പോകാനും പറ്റും. അപ്പൊ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് ഇടും. അതുപോലെ തന്നെ ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ കണ്ടാൽ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടും. നമുക്ക് അതിനകത്ത് ഒരു ചെലവുമില്ല, എങ്ങും പോകണ്ട, നമ്മുടെ ഫോണിൽ അതിന്റെ ഫെസിലിറ്റി ഉണ്ട്. നമ്മളൊരു റെസ്പോണ്ട്, അപ്പൊ അവർക്കും ഹാപ്പിയായി, നമ്മുടെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്തല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ്. അപ്പൊ അവർ എന്നെ വിളിക്കുമ്പോൾ പറയും, നിങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് ഇതിട്ടത്, നിങ്ങളുടെ വിശ്വസാണ് എനിക്ക് ആദ്യം വന്നത്. അതൊക്കെ നമുക്ക് വളരെ സന്തോഷം വരുന്ന കാര്യമല്ലേ. അപ്പോൾ ഈ കുഞ്ഞിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ മുഖാന്തരം ഉണ്ട്. ഒരു അതിനൂതന പദ്ധതി ഈ കഴിഞ്ഞ ഒക്ടോബറിൽ വന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വോയിസ് കേട്ടിട്ട് മറുപടി ഇടൂ സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ തിരിച്ച് മെസ്സേജ് ഇടും, പ്ലീസ് സെൻഡ് ഡീറ്റെയിൽസ്. ഇപ്പൊ നമുക്കവിടെ എൻട്രി ആയി. നമ്മൾ ആ കസ്റ്റമറെ ആ സമയം തന്നെ ഞാൻ എൻ്റെ പ്രോസ്പെക്ടസിൽ എഴുതി വെക്കും. ആ പോളിസി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആ പേര് ടിക്ക് ചെയ്ത് കളയും. വീണ്ടും ഒരു 3 മാസം കഴിയുമ്പോൾ ഞാൻ ഇത് റിവ്യൂ ചെയ്യും, ഇത് പുതിയ ഇതുണ്ടാക്കും. നമുക്ക് ചാൻസ് ഇല്ലാത്ത ആൾക്കാരെ ഞാൻ ഇതിൽ നിന്ന് മാറ്റും. ഒരു 3 വർഷം വരെയൊക്കെ ഞാൻ ഇയാളെ ഞാൻ കൊണ്ട് നടന്നിട്ട് ഞാനിത് പുതിയ ലിസ്റ്റ്, ഇതിപ്പോ സാറിന്റെ ക്ലാസ്സിൽ കയറുന്ന ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് പ്രിപ്പയർ ചെയ്താണ്. കഴിഞ്ഞ ദിവസം ഞാൻ സാറിനെ കാണിച്ചത് കുറച്ച് അങ്ങ് മുഷിഞ്ഞത് കീറിയതുമാണ്, മടക്കി പോക്കറ്റ് ഇടുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ പ്രോസ്പെക്ടസിനെ കണ്ടെത്തുന്നത് സാറേ. അപ്പൊ എന്റെ പ്രിൻസിപ്പിൾ, എന്റെ അഭിപ്രായം പറഞ്ഞത്, നമ്മൾ ആരുടെ സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും നമ്മൾ നോക്കണം, നമ്മളത് കാണണം, എങ്കിലേ നമ്മുടെ സ്റ്റാറ്റസ് നാട്ടുകാർ കാണുകയുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് ഈ പ്രോസ്പെക്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നത് സാറേ. ഓക്കെ രമേശ് സാറ്, ഇപ്പോ ഈ കോൾഡ് ക്യാൻവാസിങ് നടത്താറുണ്ടോ? യാതൊരു പരിചയവും ഇല്ലാത്ത ആളുകളെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് അവരെ കാണാൻ ചെല്ലും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കോൾഡ് ക്യാൻവാസിങ് നടത്താറുണ്ടോ? അത് എഫക്റ്റീവായിട്ട് നമുക്ക് ബിസിനസ്സിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ടോ പരിചയമില്ലാത്ത ആളുകളെ? ഇല്ല സാറേ, ഞാൻ ഒരു കോൾഡ് ക്യാൻവാസിൽ ഇതുവരെ പോയില്ല. ഞാനൊരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് ഇങ്ങനെ ബിസിനസ്സേ ഇങ്ങനെ ടോപ്പിക്കേ ഞാൻ സംസാരിച്ചിട്ടില്ല. ഒന്നിൽ ഏതെങ്കിലും റെഫറൻസ് വെച്ചിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സ്റ്റാറ്റസ് കണ്ടിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിലായിരിക്കും ഞാൻ ഒരു പരിചയമില്ലാത്ത ഒരു വീട്ടിലെ ഒരു വ്യക്തിയോടും ഞാനിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പ് സെല്ലിങ്ങും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നോക്കൂ,
30 വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളാണ്. അപ്പൊ അന്നത്തെ ബിസിനസ് ചെയ്യുന്ന രീതികൾ, അന്നത്തെ നമ്മളുടെ പ്രോഡക്റ്റ് ഒക്കെ ആ രീതിയിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. നമ്മൾ അതിനകത്തുനിന്ന് സക്സസ്ഫുള്ളി നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് വന്നു. പക്ഷെ ഇപ്പൊ നോക്കൂ, ഇൻഡസ്ട്രിയിൽ ധാരാളം ചേഞ്ചസ് വന്നു, പോളിസികളുടെ ഘടനയിലൊക്കെ മാറ്റം വന്നു. ആളുകളുടെ, നമ്മൾ കാണാൻ ചെല്ലുന്ന ആളുകളുടെ പിന്നെ ആശയങ്ങളിലൊക്കെ ഡിഫറൻസ് ഒക്കെ വന്നു. അപ്പോ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് ആയിട്ടിരിക്കാനും, കാരണം മാറ്റങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കണം, അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ് ആയിട്ടിരിക്കാനും അതിന് റിസൾട്ട് കിട്ടത്തക്ക രീതിയിൽ മുന്നോട്ട് പോകാനും ഒക്കെ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ പണ്ട് നമുക്ക് വലിയ അധികം പ്രോഡക്റ്റുകളില്ല, ഷോർട്ട് ടേം പ്ലാനുകളില്ല, ഇത്രയധികം സോഷ്യൽ മീഡിയാസ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, തീരുമാനമെടുക്കുന്നതിൽ അവരെ സോഷ്യൽ മീഡിയാസ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് അതൊക്കെ ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഇന്ന് ഈ വക കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജിയിൽ ഇൻഡസ്ട്രിയിൽ ചേഞ്ചസും പോളിസിയിലുള്ള മാറ്റങ്ങളും ഇപ്പൊ നമുക്ക് ബിസിനസ്സിലൊക്കെ സാർ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? കാരണം ഞാൻ അതിനു വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒട്ടും ഈ കാര്യത്തിൽ ഞാൻ ആക്റ്റീവ് അല്ല. ഞാൻ സോഷ്യൽ മീഡിയ എന്നുള്ള ചാനലേ ഞാൻ പ്ലാറ്റ്ഫോം ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ എപ്പോഴും പിന്നെ പുതിയ പുതിയ ചേഞ്ചസ്, ഇപ്പൊ ഒരു യങ് കസ്റ്റമറെ, നമ്മളൊരു യങ്ങേഴ്സിനെ കാണുമ്പോഴാണ് നമുക്ക് അതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നേക്കുന്നത്. അപ്പൊ അവർ പറയും, സാറേ നിങ്ങളുടേതിനേക്കാൾ നല്ലത് മ്യൂച്വൽ ഫണ്ടാണ്, SIP ആണ്. അതെ, ഞാൻ പറഞ്ഞു വളരെ നല്ലതാണ്. നമ്മൾ അവരുമായിട്ട് ഒരു ആർഗ്യുമെന്റ്സ് ഞാൻ ഒരിക്കലും പോകാറില്ല. പക്ഷേ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടും അതുപോലെ SIP ഒക്കെ വളരെ നല്ലതാണെന്ന് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം എല്ലാ മുട്ടയും ഒരു കൊട്ടയിൽ ഇടരുത്. അപ്പോ ചിലപ്പോൾ ഞങ്ങളുടെ പ്ലാൻ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റിട്ടേൺ കുറവായിരിക്കാം, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ കുറച്ച് ഫണ്ട് അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ കുറച്ച് സേഫായ സുരക്ഷിതമായ സ്ഥലത്തും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കുമട്ടോ എന്നുള്ള ഒരു ഉപദേശ രൂപേണ ഞാൻ പറയും. അവർ സോഷ്യൽ മീഡിയ കാണുന്ന ഈ കഴിഞ്ഞ ദിവസം എന്താ ഒരു പെൺകുട്ടി ഒരു ഇതിട്ടുണ്ട്, യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടുണ്ട്, 2 ലക്ഷം രൂപയുടെ ആകെ മാക്സിമം ജീവൻ അയ്യോ ഏതാണ് സാറേ, ഇപ്പൊ ആ പ്ലാൻ ഇല്ല. അതിനെ കുറിച്ച് ചെന്നപ്പോ അത് ഒരു കസ്റ്റമർ എന്നെ കാണിച്ചു തന്നു. ഇതെന്താണ് ചേട്ടാ ഇതിങ്ങനെ, ഇത് നിങ്ങൾക്ക് ഈ പ്ലാൻ ഇല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു LIC ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, വിഡ്രോ ചെയ്തു. ജീവൻ ആസാദ് സാറേ, ഈ ആധാറുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനാ, ഞാനത് ആകെ ഒരെണ്ണം ചെയ്തിട്ടുള്ളൂ. ആധാർ ചില സ്തംഭം അങ്ങനെ എന്തെങ്കിലും. ആധാർ സ്തംഭം അങ്ങനെ ഒരു പ്ലാനിനെ കുറിച്ച് അത് ആ വീഡിയോ ടോട്ടലി അത് ഫേക്കാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങളല്ല ആ പെൺകുട്ടി അതിനകത്ത് പറഞ്ഞേക്കണത്. അപ്പോ ഇങ്ങനെ ഒരു പ്ലാനിനെ കുറിച്ച് ഇങ്ങനെ ഇത് എനിക്ക് ഞാൻ അവിടെ സംസാരത്തിൽ നിന്നപ്പോ വീഡിയോ കേട്ടിട്ട് എന്നോട് മറുപടി പറയാൻ മതി, ഇങ്ങനെ ഒരു പ്ലാനേ ഇല്ല. പിന്നെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് പലർക്കും പലതും പറഞ്ഞു പോവാം, പക്ഷെ അതിന്റെ അതോറിറ്റി ഉള്ള ഒരാളല്ല അത് പറയണത്. അപ്പൊ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അതിന്റെ കൺസേൺ അതോറിറ്റിയോട് നിങ്ങൾ അത് സംസാരിച്ചിട്ട് വേണം അത് വിശ്വാസത്തിൽ എടുക്കാൻ എന്നാണ് ഞാൻ അവരോട് പറയാറ്. ഓക്കെ സാർ, ഓക്കെ. അപ്പോ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ 30 വർഷത്തോളമായി 1000 രൂപ പ്രതീക്ഷിച്ചിട്ടാണ് LIC ഏജൻസി എടുത്ത്. ഫാമിലി ഡീറ്റെയിൽസും ഒക്കെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. എങ്ങനെയാണ് ഓഫീസൊക്കെ വെച്ച് റൺ ചെയ്യുന്നുണ്ടോ, എത്ര സ്റ്റാഫ് ഉണ്ട്, ഇപ്പോഴത്തെ നമ്മളുടെ അന്നത്തെ 30 വർഷം മുമ്പുള്ള ആ ഒരു സാമ്പത്തിക സാഹചര്യം ഇപ്പോ 1000 രൂപ പ്രതീക്ഷിച്ചു വന്ന ആ ഒരു സമയത്തുള്ള ഒരു 30 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ രമേശ് സാറിന്റെ ഏജ് ഇപ്പൊ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ഇപ്പൊ എങ്ങനെയാണ്? 56. അപ്പൊ ഒരു 26 വയസ്സുകാരൻ 1000 രൂപ സ്വപ്നം കണ്ടു വന്ന ഒരു മേഖലയാണ്. അപ്പോ അന്നത്തെ ആ ഒരു സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ജീവിത ശൈലിയൊക്കെ എവിടെ എത്തി നിൽക്കുന്നു, ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഫാമിലിയൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും സാറേ. ഫാമിലി, വൈഫ് ഒരു ഗവൺമെന്റ് സർവന്റ് ആണ്. 20 വർഷത്തോളം എറണാകുളം കളക്ടറേറ്റിലായിരുന്നു. ഇപ്പൊ മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തില് വർക്ക് ചെയ്യുന്നു. 27 ഏപ്രിൽ അവർ റിട്ടയർ ആവും. പിന്നെ 2 ആൺകുട്ടികള്. മൂത്തവൻ BTech MBA കഴിഞ്ഞു. അവന് 1-2 സ്ഥലത്തൊക്കെ ജോലി കിട്ടി, ബാങ്കിൽ അവിടെ കിട്ടി, ജോലിക്ക് പോകാൻ താല്പര്യമില്ല. അതോടൊപ്പം ഇപ്പോൾ അവനൊരു ബിസിനസ് ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഇതാണ്. അവനിപ്പോൾ നിയർ ബൈ ഒരു സൂപ്പർ മാർക്കറ്റ് എടുത്തു. അതോടൊപ്പം തന്നെ ഇൻഫോ പാർക്കില് ഒരു ലോജിസ്റ്റിക് കമ്പനി തുടങ്ങി. അവനും അവൻ്റെ കൂടെ പഠിച്ചൊരു സ്റ്റുഡൻറ്റും കൂടി ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ EV ഫ്ലീറ്റ് ഓണർ അവരാണ്.
അപ്പോൾ അത് കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്ത് എൻ്റെ ഓഫീസ് എടുത്തു. ഒരു 30 സ്റ്റാഫിനോളം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 30 അല്ല 35 സ്റ്റാഫ്. ഞാനതിൽ കൂടുതലായിട്ട് ഇത് ചെയ്യുന്നില്ല. പിന്നെ ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ റൺ ചെയ്യുന്നുണ്ട്. അതും ഇപ്പോൾ നിയർ ബൈ അടുത്താണ്. ഏകദേശം 25 ലാക്സോളമായി. പിന്നീട് ഇളയ മോൻ CA ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടുകൂടിയിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് ഇതെല്ലാം. എല്ലാവരും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആവും. പിന്നെ ഇതിൽ വന്നതിന് ശേഷം 97-ലായിരുന്നു എൻ്റെ വിവാഹം. അതിനുശേഷം 2003 എൻ്റെ വീടിനടുത്തൊരു കുറച്ചധികം പ്രോപ്പർട്ടി കിട്ടി. അത് ഞാൻ വാങ്ങിച്ചു. വീണ്ടും അവിടെ നിന്ന് കുറച്ച് ഉള്ളിലായതുകൊണ്ട് ഞാൻ മെയിൻ റോഡ് സൈഡിൽ ഞാൻ ഒരു 50 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഒരു 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീട് കെട്ടി. അതിന് തൊട്ട് മുമ്പിൽ തന്നെ എനിക്ക് മെയിൻ റോഡ് സൈഡിൽ തന്നെ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു പ്രോപ്പർട്ടി വാങ്ങണമെന്ന്. അത് ഏകദേശം 1 കോടി രൂപയ്ക്കോളം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ തൊട്ട് മുന്നിൽ കാണുന്നതാണ്. അത് വാങ്ങാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനം ഒരു നെക്സോൺ EV ആണ്. പിന്നെ ഒരു പിള്ളേർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കാറ് വാങ്ങണം എന്ന് പറഞ്ഞു. അത് ആദ്യത്തെ വണ്ടിയുടെ എക്കോസ്പോർട്ട് ആയിരുന്നു. രമേശ് സാറെ കുറച്ചും കൂടെ ഒന്ന് ലൗഡ് ആയിട്ട് സൗണ്ട് വോയിസ് കുറയുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കുറച്ച് ഒന്നും കൂടെ ഒന്ന് സൗണ്ട് ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു എക്കോസ്പോർട്ട് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം 2015 മുതൽ ആ വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു താറ് കൂടെ എടുത്തു. ഇപ്പോൾ 2 വണ്ടിയുണ്ട്. നെക്സോൺ EV ഉണ്ട്. അത് LICയുടെ ഗാലക്സി ക്ലബിൻ്റെ ലോണിലാണ് എടുത്തത്. ഞാൻ ക്ലബ്ബ് ആയ വർഷം തന്നെ ഞാൻ വണ്ടി എടുത്തു. പിന്നീട് മക്കൾ ഇളയവൻ CA ആർട്ടിക്കിൾഷിപ്പ് പഠിക്കണം. അത്യാവശ്യം നല്ല സാമ്പത്തിക വരുമാനത്തോടു കൂടിയുള്ള സന്തോഷകരമായിട്ട് പോകുന്നു. ബിസിനസ്സിലാണെങ്കിലും വളരെ ഇപ്പം നിലവിൽ 40 പോളിസി കംപ്ലീറ്റ് ചെയ്തു. അതിൽ 30 എണ്ണം ആനന്ദ വഴി വിട്ടു. അപ്പോൾ വളരെ നല്ല സന്തോഷകരമായിട്ട് അത്യാവശ്യം വലിയ സാമ്പത്തിക ഭദ്രതയോടുകൂടി ജീവിതം മുന്നോട്ട് പോകുന്നു. ഓക്കെ സാർ, ഓക്കെ. എന്തായാലും സന്തോഷം. 1000 രൂപ പ്രതീക്ഷിച്ച് വന്ന ആള് ഇത്രയൊക്കെ പിന്നെ അച്ചീവ് ചെയ്ത് എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. കാരണം ആ സെയിം ലെവൽ ഓഫ് ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് പഠിക്കേണ്ട ഒരു പാഠം. അടുത്ത സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇപ്പൊ നമുക്ക് ധാരാളം പോളിസികൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അതില് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ നേരിട്ട ചില കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ, ചില ക്ലയൻസിന്റെ മുമ്പിലേക്ക് ഇരിക്കുമ്പോൾ വലിയ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു പോളിസി ക്ലോസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ സക്സസ്ഫുള്ളി, ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ ചാലഞ്ചസ് നേരിട്ട ഒരു സംഭവം സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്ത ഏതെങ്കിലും ഒരു 1-2 സിറ്റുവേഷൻ പറയാമോ? കാരണം പലർക്കും അത് കേൾക്കാൻ ആഗ്രഹം, അവരും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോ ചാലഞ്ചിങ് ആയി നമുക്ക് തോന്നിയ ഒരു സാധനം സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്ത് പോളിസി ആയിട്ട് കൺവേർട്ട് ചെയ്ത 1-2 അനുഭവങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാവോ? സാറേ, അത് പറയാം. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ബിസിനസ്, ഞാൻ അങ്ങനെ 2012-ലാണ് ബന്ധപ്പെടുന്നത്. അങ്ങനെ നല്ല റോയൽ ആൻഡ് റിച്ച് ഫാമിലിയിലെ അമ്പലമേളം, ഞങ്ങളുടെ അടുത്തുള്ള ഒരു കമ്പനിയാണ് കൊച്ചി റിഫൈനറി. അവിടുത്തെ ഒരു മേജർ കോൺട്രാക്റ്റാണ്. ഞാൻ 2012 ഒരു വെഹിക്കിൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അതുവഴി പോയപ്പോൾ ഞാൻ എൻ്റെ കാർഡ് കൊടുത്തു, സംസാരിച്ചു. അപ്പോൾ അന്നേരം പറഞ്ഞു എനിക്കിവിടെ ചെയ്യാൻ ആളുണ്ട്. ഞാൻ പറഞ്ഞു ശരി സാറേ, ഓക്കെ. അങ്ങനെ നല്ല സർവീസ് കിട്ടുന്ന ആളാണെങ്കിൽ ഒരിക്കലും എന്നെ കൺസിഡർ ചെയ്യരുത്, അങ്ങേരുടെ അടുത്ത് തന്നെ ചെയ്തോളൂ. ഈ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സാറിന് ഒരു ആവശ്യം വരുവാണെങ്കിൽ സാർ എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ കാർഡ് കൊടുത്തിട്ട് പോന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് അയാളുടെ ഇൻഷുറൻസ് ഒക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, രമേശ, സോറി, ഇൻഷുറൻസിനെ കുറിച്ച്, LICനെ കുറിച്ച് സംസാരിക്കേണ്ട, എനിക്ക് 10-17 പോളിസി ഉണ്ട്. ശരി സാർ, ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ടോപ്പിക് അവിടെ ചെയ്തു. എന്നാലും സാറിൻ്റെ ആ ഫയൽ ഡീറ്റെയിൽസ് എനിക്കൊന്ന് തരൂ. ഞാനത് നോക്കി കഴിഞ്ഞപ്പോൾ 17 പോളിസി ഉണ്ട്. നുണ എന്ന് പറഞ്ഞല്ല, 17 പോളിസി ഉണ്ട്. പക്ഷെ സാറേ, ഈ 17 പോളിസിയിൽ 2 പോളിസി ലൈവിങ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ 15 പോളിസിയും കൃത്യമായിട്ട് അത് റിന്യൂ ചെയ്ത് അത് കൊടുത്ത് ഞാനത് ഇതുപോലെ ഒരു എക്സൽ ഉണ്ടാക്കി. കാണുമോ സാറേ? കാണുന്നുണ്ട്. അയാളുടെ പേര്, പോളിസി നമ്പർ, പ്ലാൻ ആൻഡ് ടൈം, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ്, എന്ന് മെച്യൂരിറ്റി, എന്ന് സർവൈവല്, എല്ലാ ഡീറ്റെയിലും കൊടുത്ത് ഇതുപോലത്തെ ഒരു എക്സൽ ഉണ്ടാക്കി ഞാൻ അങ്ങേരുടെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഞാനും ഉദാഹരണം കയ്യിൽ വെച്ചു. എന്നിട്ട് ആ ടൈം ടു ടൈമിൽ ഞാൻ അങ്ങേരെ വിളിക്കുകയും ഞാനത് സർവീസ് ചെയ്യുകയും കൊടുക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കെങ്കിലും ചോദിക്കും, ആളുടെ പേര് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, പറയുമ്പോൾ ചിലപ്പോൾ പലരും അയാളെ ആ വ്യക്തിത്വത്തെ അറിയുന്നതാണ്. പലരും ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർ ചെന്ന് സംസാരിച്ചിട്ടുണ്ട്, അതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അയാളുടെ പേര് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവുമല്ലോ. എന്നിട്ട് ഞാനത് അപ്പം ഞാനിങ്ങനെ പുതിയ പ്ലാനൊക്കെ വരുമ്പോൾ പറയും, ഇങ്ങനെ ഒരു പുതിയ പ്ലാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറയും,
ശരി രമേശ്, നമുക്ക് ആലോചിക്കാം, നോക്കട്ടെ, സമയമായില്ല എന്ന് പറയും. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങേരോട് അത് സംസാരിച്ചിട്ടില്ല. 2023 പുള്ളിക്ക് 59 വയസ്സാവുകയാണ്. 59 വയസ്സാവുമ്പോൾ ഞാൻ പറയും, ചേട്ടാ, ഇങ്ങനെ ലൈഫിൽ അവസാനമായിട്ട് ഒരു സ്കീം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചേട്ടൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഞാൻ നിർബന്ധിക്കുന്നില്ല, എൻ്റെ അടുത്ത് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ആരുടെ അടുത്ത് ചെയ്തു വെച്ചാൽ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ ആലോചിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാനത് പോന്നു. അതിനുശേഷം പുള്ളി പറഞ്ഞു, രമേശ് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ഇടാൻ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽ ഫോൺ വഴി ഒന്നും ഇട്ടില്ല. ഞാൻ 5 കോടി രൂപയുടെ ഒരു കൊട്ടേഷനുമായിട്ട് ഞാൻ അങ്ങേരുടെ ഓഫീസിൽ ചെന്നു. പുള്ളി പറഞ്ഞു തിരക്കാന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാൻ തിരിച്ച് വീണ്ടും ഒരു ദിവസം പുള്ളിയുടെ വൈകുന്നേരം പുള്ളി വീട്ടിലേക്ക് ചെന്ന് ഞാനത് സംസാരിച്ചു. പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തു. ശരി, ഇപ്പൊ തന്നെ ചെയ്തു. വൈഫും ഉണ്ടായിരുന്നു, ഒരു മകളെ ഉള്ളൂ. എടുത്തു, പ്രപ്പോസലൊക്കെ എഴുതി. അറ്റ് എ ടൈം തന്നെ നാളെ രാവിലെ ചെക്ക് ഓഫീസിൽ വന്നേക്കാൻ പറഞ്ഞു. 5 കോടി രൂപയുടെ ചെക്കും തന്നു. അത് ഇതായിരുന്നു ജീവൻ ലാഭ്. അത് എഴുതി നമ്മളത് പ്രൊസീഡ് ചെയ്തു. 6 പ്രാവശ്യം പുള്ളി ലാബിൽ കയറേണ്ടി വന്നു. അപ്പോൾ പുള്ളി 5ാമത്തെ പ്രാവശ്യം വന്ന് പറഞ്ഞു, രമേശ, എനിക്കിത് വേണ്ട. കാരണം അത്യാവശ്യം നല്ല ഫൈനാൻഷ്യൽ ലോയൽറ്റി ഉള്ള ആളാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് നോ എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ അത്രയും നല്ല സർവീസ് എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് നോ എന്ന് പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പ്ലാൻ ആണെന്നുള്ളതാണ് പുള്ളി അന്ന് പറഞ്ഞത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ പോളിസി മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് 5-6 പ്രാവശ്യം ഓരോ കുറി പുള്ളി വന്ന് ചെയ്ത് തന്നു. പക്ഷെ അത് 2 കോടിയായിട്ട് അത് മിനിമൈസ് ചെയ്യേണ്ടി വന്നു, റെഡ്യൂസ് ചെയ്തു ആ 2 കോടി രൂപ. അപ്പൊ ഞാൻ ആ 12 വർഷം, ഇത് 2012 പരിചയപ്പെട്ടിട്ട് 2023 ഫെബ്രുവരിയിലാണ് എനിക്ക് ആ ഫയല്, ആ പ്രപ്പോസൽ എനിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ അത്രയും വലിയൊരു സ്ട്രഗിളിങ്, ഞാൻ വളരെ ക്ഷമയോടെ ഞാൻ കാത്തിരുന്നു. വളരെ അയാളുടെ പിന്നാലെ ഞാൻ നല്ല സർവീസ് കൊടുത്ത് ഞാനത് കാത്തിരുന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു കേസാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് വളരെ നല്ലൊരു സന്തോഷമുണ്ട്. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു പോളിസി, നല്ലൊരു പ്രീമിയം ആയിട്ടാണ് ഞാനത് കണ്ടേക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറച്ച് നീണ്ടു പോട്ടെ സാറേ. നമ്മളിപ്പോ ഒരാളെ കണ്ടു, നമ്മൾ പോളിസി ചോദിച്ചു, ചിലപ്പോൾ അയാൾക്ക് എടുക്കാനുള്ള ഫൈനാൻഷ്യൽ സെറ്റപ്പ് അന്നേരം ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല, പല കാര്യവും അതിനകത്ത് ഉണ്ടാവാം. പക്ഷെ നമ്മൾ അങ്ങേരുടെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങേരെ ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങേരുടെ മൈൻഡ് ചെയ്യാതെ നടക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്, ഇതിനേക്കാൾ വലിയ പ്രഗത്ഭരായ മിടുക്കരായ കൃഷ്ണൻകുട്ടി സാറ്, സോണി, ബിനോയ് ഹരിദാസ്, എനിക്കറിയില്ല അതിനകത്ത് ഉണ്ടോന്ന് അറിയില്ല, അവരൊക്കെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇതൊക്കെ പറയുന്നത് ലോജിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ സാറേ. കാരണം അവരൊക്കെ എന്താ പറയണേ, വലിയ 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 സംഭവങ്ങള്, വലിയ വലിയ റീച്ചിലെത്തിയ ആൾക്കാരാണ്. ഞാൻ അതിന്റെ പിന്നാലെ അതിന്റെ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് നിൽക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ. അപ്പോ അങ്ങനെ ഒരു വലിയൊരു കേസ് ഞാൻ വളരെ പ്രതീക്ഷിച്ച് വളരെ സ്ട്രഗിൾ ചെയ്ത് എഴുതിയ ഒരു കേസാണത്. ഇപ്പോഴും അത് കണ്ടിന്യൂ ആയിട്ട് കസ്റ്റമർ അടച്ചു പോകുന്നുണ്ടല്ലോ അല്ലേ? പക്കയായിട്ട് അടച്ചു പോകുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് അടച്ചു പോകുന്നുണ്ട്. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ ചാലഞ്ചിങ് ധാരാളം ഉണ്ട്. അപ്പോ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. എനിക്ക് അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ നോക്കൂ, ഇന്നത്തെ മാർക്കറ്റില് ഇപ്പൊ പല പല ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർക്കും സക്സസ് ആവാൻ ഇപ്പൊ ബൈജു മനസ്സിൽ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, മറ്റുള്ളവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഒരു LIC ഏജന്റ് എന്ന നിലയിൽ നല്ല രീതിയിൽ സക്സസ് കൊണ്ടു നടക്കാൻ എന്തൊക്കെ സ്കില്ലുകൾ വേണം എന്നുള്ളതാ പിന്നെ രമേശൻ സാറിന്റെ മൈൻഡിലുള്ള ഒരു ചിന്ത. കാരണം കാലഘട്ടം മാറുന്നു, ചില പുതിയ പുതിയ കഴിവുകൾ ഉണ്ടാവണം, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ എന്തൊക്കെ സ്കില്ലുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വേണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം, ഇപ്പൊ നോക്കൂ, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് നടക്കുന്നുണ്ട്. ഒരു ഘട്ടത്തില് സൗത്ത് ആഫ്രിക്കക്കൊന്നും ഇന്ത്യയിൽ വന്ന് ജയിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നു. 25 കൊല്ലങ്ങൾക്ക് ശേഷമാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ വന്നൊരു ടെസ്റ്റ് സീരീസ് ജയിക്കുന്നത്. അപ്പൊ അവിടെ അതിലൊരു പ്രധാന സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പിന്ന് കളിക്കാൻ അറിയുന്ന ബാറ്റ്സ്മാൻമാർ ഇന്നത്തെ കാലഘട്ടത്തിൽ 2020 ഒക്കെ വന്നപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ സാമ്പത്തിക രംഗത്ത് അങ്ങനെയുള്ള വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ കഴിവുകൾ വേണം എന്നുള്ളതാ രമേശൻ സാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം സാറേ. അതിന്റെ ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണം സാറ് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പുതിയ പുതിയ അപ്ഡേഷൻസും നമ്മൾ കിട്ടണമെങ്കിൽ എല്ലാ ട്രെയിനേഴ്സിന്റെ ക്ലാസ്സിലും ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ, കാരണം ട്രെയിനേഴ്സിന്റെ ലക്ഷ്യം എന്താ, പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് അത് അവരുടെ ട്രെയിനിങ് ക്ലാസ്സിൽ വരുന്നവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആ ട്രെയിനേഴ്സിന്റെ
ആ പ്രൊഫഷന്റെ തന്നെ ലക്ഷ്യം. അതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ സാറിനെയാണ്, ഞാൻ എൻ്റെ റോൾ മോഡലായിട്ട്, ഞാൻ എൻ്റെ ഗുരുസ്ഥാനീയനായിട്ട് കണ്ടേക്കുന്നത് ബൈജു സാറിനെയാണ്. അപ്പോൾ ഞാൻ ഈ ട്രെയിനിങ്ങിലൂടെ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഓരോ പോയിന്റും എല്ലാ ക്ലാസ്സിലും ഡയറി, ഞാൻ ഒരു ഡയറി കഴിഞ്ഞു ഞാനത് കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഇടയ്ക്ക് ഒരു കസ്റ്റമറുടെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ പോയിന്റ് നോട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഞാനത് ഇത് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിന്റെ എല്ലാം അതിന്റെ ബേസ് ഞാൻ ഈ ട്രെയിനിങ് ക്ലാസ്സിൽ പോയി ആ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടുന്ന നോളജാണ് ഞാനത് പുതിയ ഇതായിട്ട് ഞാനത് എൻ്റെ കരിയറിൽ ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ചോദ്യത്തിനുള്ള ഉത്തരം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സാറ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ എങ്കിലും ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണോ? അതിൽ ചിലർക്ക് ഇല്ലാതെ പോകുന്നത് പ്രോസ്പെക്ടിങ് സ്കില്ലായിരിക്കും, ചിലർക്ക് ഇല്ലാതെ പോകുന്നത് ക്ലോസിങ് സ്കില്ലായിരിക്കും, ചിലർക്ക് ഒബ്ജെക്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. സാറിന് അങ്ങനെ ഫീൽ ചെയ്ത സംഗതി എന്താണെന്നുള്ളതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. സാറേ, അത് ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആളുകൾക്ക് ആ കാര്യം കൂടി നന്നായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സക്സസ് ആയിട്ട് നമ്മളുടെ പല പല സുഹൃത്തുക്കൾ പറയാലോ, നമ്മൾ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, നമ്മുടെ ബ്രാഞ്ചിൽ മുമ്പ് കണ്ട പല ആളുകളെയും നമ്മൾ കാണുന്നില്ല. ഒരു ഓൾ ഏജൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ ധാരാളം ആളുകൾ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്, ഇപ്പൊ അതിന്റെ എത്രയോ കുറവ് ആളുകളാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകാണ്. ഞാനും കൃഷ്ണൻകുട്ടി സാറും തമ്മിൽ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അതേപോലെ സാറിന് ആ ഒരു സ്കില്ല് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഫീൽ ചെയ്തൊരു സാധനം എന്താണെന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. സാറേ, അത് എന്താ പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് എന്താണ്, എങ്ങനെ പ്രവചിക്കണം അല്ലെങ്കിൽ എങ്ങനെ സെന്റൻസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇത് ചെയ്യണം. ഞാൻ ഈ സ്കില്ല് ഞാൻ മൊത്തം സ്റ്റോർ ചെയ്യുന്നത്, ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ ട്രെയിനീസിന്റെ ക്ലാസ്സിൽ നിന്നും ഈ പോസ്റ്റ് വഴിയും അവർ തരുന്ന പോസ്റ്റ് വഴിയും ഇത് വെച്ചിട്ടാണ് എൻ്റെ ട്രെയിനിങ്. പിന്നെ ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ് പലതും പല പല ഒബ്ജക്ഷൻസും നമുക്ക് വരാറുണ്ട്. അത് കുറേയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് അത് സക്സസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എങ്ങനെ, കാരണം ആദ്യമേ ചെല്ലുമ്പോൾ, ഇപ്പോഴത്തെ യങ്ങേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ആദ്യം പറയണത് ഇത് ലോങ് ടൈം അല്ലേ, 15 വർഷം അല്ലേ, 20 വർഷം അല്ലേ, അതിന്റെ ഇത് ഇൻഫ്ലേഷൻ റേറ്റ്, അന്നത്തെ റേറ്റ് വെച്ചിട്ട് ഇത് ഭയങ്കര നഷ്ടമാണ്. അതെ, അന്ന് ഇതിനൊരു 50 ലക്ഷമോ 25 ലക്ഷമോ മച്യൂരിറ്റി കിട്ടിയാൽ ശരിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളിത് ഒന്നുമേ ചെയ്യാതിരുന്നാൽ ഈ 25 ലക്ഷമോ 50 ലക്ഷമോ ഒന്നും കിട്ടൂലല്ലോ. അപ്പോ ഇന്ന് നിങ്ങളൊരു പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ന് എത്രയാണോ പ്രീമിയം, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പ്രീമിയം എന്ന് പറയില്ല, അതിന്റെ EMI. കാരണം ഈ പ്രീമിയം എന്നും LIC എന്നും കേട്ട ആൾക്കാർക്ക് കേട്ടൊരു ഒരു സുപരിചിതമായ വാക്കാണ്, അതിനൊരു ഇത് കൊടുക്കൂല. അപ്പോൾ അത് ഇന്ന് ഞങ്ങള് വാങ്ങുന്ന അതേ എമൗണ്ട് തന്നെയാണ് എൻഡിങ്ങിലും വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ റേറ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് വലിയൊരു തുകയ്ക്കുള്ള പ്ലാൻ ചെയ്ത് വെച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഇൻകവും അതുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, കണ്ണാറക്കണ്ണനും തന്നാലാവുന്നത്, നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നോ ഈവൻ അതെങ്കിലും തുടങ്ങി വെക്കൂ, ചെയ്ത് വെക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ കുട്ടികൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരുടെ പേരൻസിനെ അപ്രോച്ച് ചെയ്തിട്ട്, നമ്മൾ ജീവിച്ച യുഗത്തിലല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ കണ്ടത് ചെയ്യിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നിങ്ങളും കൂടി എടുക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്തിട്ട് വീണ്ടും ഞാൻ ഈ പേരൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ രീതിയിൽ എനിക്കത് ആ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്ത് ബിസിനസ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് കസ്റ്റമേഴ്സിന്റെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്? എല്ലാ ടൈപ്പ് പോളിസികളും ചേർക്കാറുണ്ടോ? അതോ ഒരു പ്രീമിയം കളക്ട് ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഇത്ര അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാ തരം കസ്റ്റമറുടെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്നത് സാർ. 1000 രൂപ മുതൽ പ്രീമിയം അടയ്ക്കുന്ന മുതൽ എല്ലാവരും നമ്മൾ അപ്രോച്ച് ചെയ്യും. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു വർക്കിംഗ് സ്ട്രാറ്റജി, ഞാൻ ഒന്നില് ഇയർലി ബേസ് പ്രീമിയോ അല്ലെങ്കിൽ മന്ത്ലി ECS പറയുള്ളൂ. കാരണം നമ്മൾ ഇയർലി ബേസ് 1 ലക്ഷം രൂപ ഒരു ഇയർലി പ്രീമിയം പറയുന്ന ആളോട് അത് മന്ത്ലി ബേസിലേക്ക് പോകുമ്പോഴത്തേനും അത് 1296 8,000 ചില്ലാൻ രൂപ ഇയർലി ബേസിലേക്ക് പോകുമ്പോൾ അത് 12 ഡിവൈഡ് ചെയ്യുമ്പോൾ 8,000 സംതിങ് വരും. പക്ഷെ നമ്മളത് മന്ത്ലി ബേസിലേക്ക് പറയുമ്പോൾ അത് നമുക്കത് 10,000 ആക്കി ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ ഡ്യൂ ലിസ്റ്റ് നോക്കിയിട്ട് അവന്റെ പ്രീമിയം വരുന്നുണ്ടോ എന്നുള്ള സ്റ്റാറ്റസ് മാത്രം നോക്കിയാൽ മതി. പോളിസി ലാംസും കുറവാണ്, സർവീസും കുറവാണ്. പിന്നെ അത് അവർക്ക് അത്രയും, നമ്മൾ 1 ലക്ഷം രൂപ പ്രീമിയത്തിന് പകരം 12 മാസമായിട്ട് നമുക്കത് 1,20,000 ആക്കാം. നമ്മളുടെ ഇൻകം കൂടും, നമ്മുടെ ബിസിനസ്സിൽ അത് വ്യത്യാസവും വരും.
പാർട്ടിക്ക് അത് ഒരിക്കലും ബർഡൻ വരില്ല. ഞാൻ ഒരു 5 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന രീതിയാണ്. ഒന്നുകിൽ ഞാൻ ഇയർലി പറയില്ല, വൺസ് ഇൻ എ ഇയർ. രണ്ടും പർപ്പസ് തന്നെയാണ്. നമ്മൾ വാക്കൊന്ന് മാറ്റി പിടിക്കും. വൺസ് ഇൻ ഇയർ ഓർ മന്ത്ലി. മന്ത്ലി പറയുമ്പോഴും ഞാൻ ഡെയിലി പ്രീമിയത്തിലേക്ക് താഴോട്ട് ഇറങ്ങി വരും. അപ്പൊ ഇതൊരു സിമ്പിൾ അല്ലേ? ഒരു ഡെയിലി ഒരു 300 രൂപ മാറ്റി വെച്ചാൽ പോരെ? ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പൈസയല്ലേ വരുന്നുള്ളൂ. അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കും നിങ്ങളുടെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ആനുവിറ്റിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പാടില്ലേ എന്നുള്ള രീതിയിൽ വളരെ സിമ്പിൾ ആക്കി നമ്മൾ വളരെ ലഘൂകരിച്ച് ഏറ്റവും താഴെയിട്ട് വരും. 1000 രൂപ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ 1400 രൂപ മന്ത്ലി പ്രീമിയം വരുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു പോളിസി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്ന ഇതൊന്നുമില്ല, A to Z എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ. സാർ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ഇപ്പൊ ധാരാളം ഏജൻസ് നമ്മളോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ബാങ്ക് അഷുറൻസും ഓൺലൈനും ഒക്കെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ബാങ്ക് അഷുറൻസ് ആൻഡ് ബാങ്ക് ഇൻഷുറൻസ് ഞാൻ ഒരു ഗ്രാമീണ മേഖലയാണ് സാറേ. ബാങ്ക് ഇൻഷുറൻസ് എനിക്ക് അത്രയും ഫീൽ ചെയ്തിട്ടില്ല. പ്രൈവറ്റ് കമ്പനികളുടെ ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഫീൽഡിൽ തന്നെയുള്ള ആൾക്കാരുടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്ന ആൾ വന്ന് സംസാരിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ശരി, ഞാൻ അവിടെ അത് എനിക്ക് തരണമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. ഏതാണ് പ്ലാൻ, ഞാൻ ആ പ്ലാനിനെ കുറിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്ലാൻ അങ്ങേരാണല്ലോ ആദ്യം നിങ്ങളെ അപ്രോച്ച് ചെയ്തത്, നിങ്ങൾ അവർക്ക് കൊടുക്കൂ. അതിനുശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് എടുക്കണമെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്കും ഒരു സ്വപ്നമുണ്ട്, ഒരു സാറിന്റെ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു പോളിസി ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ കൂടെ ചെയ്യണമെന്ന് ചേട്ടന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം അങ്ങേർക്ക് തീർച്ചയായിട്ടും പോളിസി കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. അങ്ങേരെ ആദ്യം കൺസിഡർ ചെയ്തിട്ട് എന്നെ കൺസിഡർ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറയും. പക്ഷെ പോളിസി തരുന്നത് എനിക്ക് ആദ്യം തരുള്ളൂ. തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം. അങ്ങേർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അങ്ങേർക്ക് കൂടി ഒരെണ്ണം കൊടുക്കണമെന്ന് ഞാൻ പറയും. ഞാൻ ഒരിക്കലും ആരുടെ ഇങ്ങനെ പിടിച്ചു പറിച്ചെടുക്കാറില്ല. എനിക്ക് തന്നെ തരുമായി, അങ്ങനെ അത്രയും നല്ല പൊസിഷനിലായി, അങ്ങനെ വലിയ ബിസിനസ്സായി, നല്ല ഇൻകം ഉള്ള ആളാണ്, അങ്ങനത്തെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള ഒരു വാക്ക് ഞാൻ പറയാറില്ല. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, കൃഷ്ണൻകുട്ടി സാറിന്റെ ഒരു വലിയൊരു കസ്റ്റമറുടെ ഒരു പോളിസി, 40 ലക്ഷത്തിന്റെ കസ്റ്റമറുടെ പോളിസി ഞാൻ ഈ കഴിഞ്ഞ 2023 ഡിസംബറിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കൃഷ്ണൻകുട്ടി സാർ ആ പോളിസി കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ആ പുള്ളി പറഞ്ഞത് വളരെ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നല്ല സർവീസ് തരുന്ന ഒരു ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും ജീവൻ ആനന്ദാണ് ആ പ്ലാന്. അപ്പൊ ഒരിക്കലും അത് ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ 40 ലക്ഷം രൂപയുടെ ജീവൻ ഉമങ്ക് 80,000 രൂപ ക്വാർട്ടറിൽ പ്രീമിയം അടയ്ക്കുന്ന പോളിസി. ഞാൻ കൃഷ്ണൻകുട്ടി സാർ ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളതുകൊണ്ടാണ് പുള്ളിയുടെ പേരെടുത്ത്. പേഴ്സണലി ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുള്ള വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ഓക്കെ. അപ്പോ സാർ എപ്പോഴും പറയാറുണ്ട് ധാരാളം ഉപമകളും പിന്നെ കടങ്കഥകളും കഥകളും ഒക്കെ പറയുന്ന ആളാണെന്ന്. സാറിന് കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന, ഇപ്പൊ നോക്കൂ, ഞാൻ ഒരു ഏജന്റ് എന്ന നിലയിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറേ ഡയലോഗുകളുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന അത്തരത്തിലുള്ള ഡയലോഗുകൾ ഞങ്ങളുടെ നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാവും. ചിലപ്പോൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഓരോ പ്രസന്റേഷനിലും വിട്ടുകളയാതെ റിപ്പീറ്റ് ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായിരിക്കും നമുക്ക് റിസൾട്ട് കൊണ്ടുവന്ന് തരിക. അങ്ങനെ തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാവോ? സാറേ പറയാം. ഞാനേ ഒരു 2 വർഷമായിട്ട് ഒരു പയ്യൻ NRI ആണ്. ആ വീട്ടിൽ ഞാൻ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ മെഡിക്ലെയിം ഒക്കെ ഞാനാണ് ചെയ്യണേ. ക്ലെയിമൊക്കെ വന്നപ്പോൾ നല്ല സർവീസ് കൊടുത്തു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോവും. അവിടെ ഫാദറും മദറും ഉള്ളൂ. ഞാൻ അവിടെ ചെന്ന് ഇടയ്ക്ക് പോകുമ്പോൾ ഞാൻ പ്രിന്റ് ഔട്ട് കൊടുക്കും. കാരണം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം ശ്രദ്ധയപ്പെടുത്തുകയാണ്. നമ്മളൊരു 1000 രൂപയുടെ പോളിസി എഴുതാൻ പോകുമ്പോഴും 5 കോടി രൂപയുടെ പോളിസി എഴുതാൻ പോകുമ്പോഴും ഒരു പ്രിന്റ് ഔട്ട് കണ്ട് പോകുമ്പോൾ അതിന് ഭയങ്കര വാല്യൂ ഉണ്ടെന്നാണ്. നമ്മൾ ഈ ഫോണിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഓൾ ഇൻ വണ്ണിൽ എടുത്ത് ഷെയർ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ആ പ്രിന്റ് ഔട്ടിന് അത് വലിയ ചെലവായിട്ട് കണക്ക് കൂട്ടരുത്. പോകുമ്പോൾ അതിന് വലിയൊരു വാല്യൂ ഉണ്ട്. ഞാൻ ആ വീട്ടിൽ പല പ്ലാനുകളുടെ പ്രിന്റ് ഔട്ടുമായിട്ട് പോയി. ആ പയ്യൻ വന്നിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലേക്ക് അന്ന് ചെല്ലുന്ന 4ാമത്തെ ഏജന്റാണ്. വൈകിട്ട് ഏകദേശം ഒരു 6 മണിയായി. ഞാൻ അവിടെ പോയി സംസാരിച്ചു. അപ്പൊ ജീവൻ ഉമങ്ക്, ഉത്സവ്, അങ്ങനെ അതുപോലെ ഭീമശ്രീ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് പ്രിന്റ് ഔട്ട് കൊടുത്തു. പക്ഷെ ഞാൻ ചെല്ലുന്ന സമയത്തെല്ലാം അവരുടെ ടീപ്പോയിൽ ഞാൻ കൊടുത്ത പ്രിന്റ് ഔട്ട് അവിടെ അപ്പോഴും അവരോട് സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം 2 വർഷം മുമ്പ് കൊടുത്ത പ്രിന്റ് ഔട്ടും ആ മേശപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇന്ന് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് നിരൂപിച്ച് ഞാൻ ഇങ്ങോട്ട് പോരുവാണ്. ഒരു വൈകിട്ട് ഒരു 6-6:30 മഴ പെയ്യുന്നുണ്ട്. അവരുടെ വീട് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറണം. പക്ഷെ മെയിൻ റോഡിലാണ് ഗേറ്റ് വെച്ചിരിക്കുന്നത്. ആ ഗേറ്റ് അവർ വൈകുന്നേരം ലോക്ക് ചെയ്യാറുണ്ട്. ചുറ്റോട് ചുറ്റും CCTV ഗേറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആ മഴ പെയ്ത് പോരുന്ന സമയത്ത്, ശക്തമല്ലാത്ത മഴയാട്ടോ, ഞാൻ ആ കാറ്, ഞാനിത് ഞങ്ങളുടെ ബ്രാഞ്ചിലെ മീറ്റിംഗിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഗേറ്റ് അടച്ചിട്ട് പോന്നു. അപ്പൊ മഴ പെയ്യുന്നുണ്ട്.
ഞാൻ ആ മഴ നനഞ്ഞ് ഞാൻ ഓർത്തു അവര് പേരൻസും മകളും മക്കളുടെ ഭർത്താവും കുട്ടിയും അവിടെ ഉള്ളൂ. ഈ മഴയത്ത് അവർ വരണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആ ഗേറ്റ് ലോക്ക് ചെയ്ത് ഇതിട്ടിട്ട് പോന്നു. ഞാനൊരു 3 കിലോമീറ്റർ ദൂരത്ത് ചെന്നപ്പോൾ എന്നോട് അങ്ങേര് വിളിച്ചു, രമേശ എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇന്നോടത്ത് എത്തി. ആ, ഒന്ന് തിരിച്ചു വരാവോ എന്ന് ചോദിച്ചു. എന്താ സാർ? അപ്പൊ ഞാൻ എന്റെ മനസ്സിലൊരു ആകെ ഒരു ഉത്കണ്ഠ, എന്താ ഇനി എന്റെ സാധനം വല്ല മറന്നുപോയോ, ഇനി എന്താണ്, ഇനി ഞാൻ വല്ല മിസ്പ്രസന്റേഷൻ നടത്തുമോ, എന്റെ അപ്രോച്ച് വല്ല മോശമായി പോയോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ചെന്നപ്പോൾ അവിടെ ഗേറ്റ് തുറന്നും കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായി. ഞാൻ അവിടെ ചെന്നു, സംസാരിച്ചു. അപ്പൊ ചെന്ന്, എന്ത് സാറേ വിളിച്ചേ? ശരി രമേശ, വൈൻ കയറി വരൂ, ഞങ്ങളെ പോളിസി എടുക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ പ്രപ്പോസൽ എഴുതി റെഡിയാക്കിക്കോ. 8 മണിക്ക് ഇവരുടെ ഒരു ബന്ധു അവിടെ ഇവരെ കാണാൻ വരുന്ന LIC ഏജന്റാണ്. 8 മണിക്ക് ഇവിടെ ഒരു ബന്ധു വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രപ്പോസലൊക്കെ എഴുതി റെഡിയാക്കി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് പോരുന്നതാണ്. അപ്പോൾ ഞാൻ പ്രപ്പോസലൊക്കെ എഴുതി ചെക്ക് വാങ്ങുന്നതൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ബാങ്കിൽ ചെന്ന് കൗണ്ടറിലേക്ക് ചെക്ക് കൊടുക്കുന്ന പോലില്ല. അത് ഞാൻ ആ പ്രപ്പോസലും ആ ചെക്കും കൂടെ കൂടി ഒന്നുകിൽ ആ പ്രൊഫസറുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ അവരുടെ പേരൻസിന്റെ കയ്യിലേക്കോ നമ്മൾ കൊടുത്തിട്ട് അതൊരു ദൈവികമായിട്ട് നമ്മളൊരു ദക്ഷിണ വാങ്ങുന്നത് പോലെയാണ് ഞാൻ ഈ സാധനം വാങ്ങുന്നത്. അപ്പോൾ ഞാൻ ആ ഇതോടുകൂടി പറയും, സാറേ ഇത്രയും നല്ലൊരു പ്ലാൻ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ നിന്ന് എന്നിലൂടെ എടുക്കാൻ സാധിച്ചതിന് എനിക്ക് ഈ കുടുംബത്തോട് അഗൈതവമായ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. പിന്നെ ഈ പോളിസിയുടെ മച്യൂരിറ്റി കൊണ്ടുതരാനും ഇതിന്റെ മച്യൂരിറ്റി വാങ്ങാനുമുള്ള ഭാഗ്യം, അനുഗ്രഹവും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട്, ഞാൻ ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടാണ് ഞാനത് വാങ്ങുന്നത്. ഇതെല്ലാം വാങ്ങി ഞാൻ ബാഗിൽ വെച്ചിട്ട് ഞാൻ തിരിച്ചു ചോദിച്ചു, സാറേ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താണ് കാരണം ഉണ്ടായത്? രമേശ ഇരിക്കൂ, ഞാൻ പറയാം. നിങ്ങൾ ആ മഴ നനഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ ആ മഴ നനഞ്ഞ് പോയിട്ട് നിങ്ങൾ ആ ഗേറ്റ് അടച്ച നിങ്ങളുടെ പ്രവൃത്തിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളെ അതിന്റെ ഈ പെട്ടെന്ന് തീരുമാനം എടുക്കാനുണ്ടായ ഒരു കാരണത്തിലേക്ക് ഞങ്ങൾ എത്തിയത് എന്ന് പറഞ്ഞു. ഞാനതൊന്നും പ്രതീക്ഷ ചെയ്താലോ സാറേ, വെറുതെ മഴയാണല്ലോ ഗേറ്റ് അടച്ചേക്കാം എന്ന് ഓർത്ത് ഞാൻ ആ ഗേറ്റ് അടച്ചിട്ട് പോന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ കൊണ്ടുതന്ന പ്രിന്റ് ഔട്ട് 2 വർഷം മുമ്പ് കൊണ്ടുതന്നും, നിങ്ങൾ ഓരോ തവണ വരുമ്പോൾ ഓരോ പ്ലാനിന്റെ കൊണ്ടുവരുന്ന പ്രിന്റ് ഔട്ടും, ഈ 2 കാര്യത്തിലാണ് ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത്. ഇനി അവരുടെ ഒരു പയ്യൻ വരുന്നുണ്ട്, 50 ലക്ഷം രൂപയുടെ ജീവൻ ഉത്സവ പ്ലാനും കൂടി അവിടെ നിന്ന് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി അങ്ങനെ ഒരു കാര്യം കൂടെ പറയാനുള്ള അവസരം തന്നാൽ ഞാൻ അതോടെ പറയും. പറഞ്ഞോളൂ സാറേ, പറയൂ. കേൾക്കാം. അടുത്തത് ഏതൊക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് അതൊരു ഇറിറ്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടോ? ഇല്ല, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആരും ഈ രാവിലെ 6 മണിക്ക് ഇവിടെ വന്ന് ഇരിക്കില്ല. കണ്ടിന്യൂ ചെയ്തോളൂ. അടുത്തത് ഞാനൊരു NRI പയ്യന്റെ വീട്ടിലാണ്. ഒരു സാധാ ഫാമിലിയാണ്. അവര് ഈ മറ്റേ കൽപ്പണിക്ക് പോകുന്നതാണ്. അവിടുത്തെ പയ്യന്റെ അച്ഛനോട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. എൻ്റെ കാർ EV ആണ്. അപ്പൊ ഞാൻ ഒരു ദിവസം 7 മണിയോട് അടുത്തുള്ള സമയത്ത് ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അയാളുടെ മകള് സിറ്റ് ഔട്ടിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥനയാണ്. അപ്പൊ ഞാൻ അങ്ങനെയുള്ള സമയത്ത് കുറച്ച് ദൂരം വണ്ടി നിർത്തി ഓഫ് ചെയ്തിട്ട് ഞാൻ ആ വണ്ടിയെ തന്നെ ഇരിക്കും. കാരണം ആ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതിരിക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ കൂടുതലും പോളിസി എഴുതുന്ന സമയം ഞാൻ ഈവനിങ് ആണ്. കാരണം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനുമുള്ളൊരു അവസരം. കാരണം അവര് ജോലിയൊക്കെ കഴിഞ്ഞ് അവര് TV ഒക്കെ കണ്ട് അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന കാപ്പി എടുക്കുന്ന സമയം. ആ സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ പോളിസികൾ എപ്പോഴും എഴുതാൻ പോവാറ്, കസ്റ്റമർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ കുട്ടിയുടെ പ്രാർത്ഥന നടക്കുവാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ കുട്ടി ആ നിലവിളക്കും കിണ്ടിയും ചന്ദനത്തിരിയും കത്തിച്ച് അവിടെ വെച്ചിട്ട് എണീറ്റ് പോയി. അപ്പൊ ഞാൻ അവിടെ ചെന്നു. ഞാൻ അകത്ത് പറഞ്ഞു, വാ രമേശ കയറിയിരിക്കുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ കയറിയിരുന്നു. അപ്പൊ വിജയൻ ചേട്ടൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. എന്താ രമേശ ചോദിച്ചോളാൻ പറഞ്ഞു. വിജയൻ ചേട്ടന് ഉച്ചയ്ക്ക് കഴിക്കുന്ന പാത്രത്തില് ആ ഭക്ഷണം ബാക്കി ആ പാത്രം കഴുകാതെ, അല്ലെങ്കിൽ ആ പാത്രത്തിൽ കഴുകാതെ തന്നെ ആ പാത്രത്തിൽ ഭക്ഷണം വിട്ടു തന്നു കഴിഞ്ഞാൽ വിജയൻ ചേട്ടൻ അത് സന്തോഷത്തോടെ കഴിക്കുമോ, അതോ അത് ഇഷ്ടമില്ലായ്മ കഴിക്കുകയും വേണം എന്നാൽ കഴിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിക്കുമോ എന്ന് ചോദിച്ചു. അതെന്താ രമേശൻ അങ്ങനെ ചോദിച്ചു? സാറേ, ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ കരിഞ്ഞ നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. അത് ഒരാഴ്ചകളായിട്ട് അല്ലെങ്കിൽ 2 ആഴ്ചകളായിട്ട് ആ വിളക്ക് തേച്ചിട്ടില്ല.
അതൊരു ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ആ അറിവില്ലായ്മയായിരുന്നു. അപ്പൊ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു. അപ്പൊ നമ്മള് ദേവന് അല്ലെങ്കിൽ ഭഗവാന് കൊടുക്കുന്ന ഒരു അർച്ചനയാണ് ആ നിലവിളക്ക് കത്തിച്ച് അവിടെ ആ തിരി കൊളുത്തി ആ ചന്ദനത്തിരിയും കത്തിച്ച് കിണ്ടിയിൽ വെള്ളം എടുത്തുകൊണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കാര്യം കേട്ടോ, ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, ഞാൻ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല. അപ്പൊ ഞാൻ ചേട്ടന്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഒരു ചായ തന്നില്ലെന്ന് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ തരുന്നത് നല്ല വൃത്തിയായിട്ടും വെടുപ്പായിട്ടും തരണം, അത് കൊടുക്കണം. അപ്പൊ ചേട്ടൻ ഈ നിലവിളക്ക് ഇങ്ങനെ കത്തിച്ചു വെക്കുന്ന പാവത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസമേ വെക്കണം. ആ നിലവിളക്ക് കൃത്യമായിട്ട് തേച്ച് വെടുപ്പായിട്ട് തലേ ദിവസം കത്തിച്ചിട്ട് തിരി ബാക്കി കത്തിക്കരുത്, ആ എണ്ണ ഉപയോഗിക്കരുത്. അത് നമ്മൾ ഉച്ചത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യരുത്, അത് തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് സദയം ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞ് പോകുന്നു. പ്ലാനുകളൊക്കെ സംസാരിച്ചു പോകുന്നു. ഇപ്പൊ നടക്കില്ല രമേശ, ഇപ്പൊ ഞങ്ങളത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ശരി വിജയൻ ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വിജയൻ ചേട്ടൻ തന്നെ എന്നെ തിരിച്ചു വിളിച്ചു. രമേശ് ഇന്ന് വൈകുന്നേരം വിട്ടിട്ട് വാട്ടോ, നമുക്കത് ആ പയ്യന്റെ പേരിൽ അവിനാശ് എന്ന് അവന്റെ പേര്, നമുക്ക് അവിനാശിന്റെ ആ സ്കീം ചെയ്തേക്കാം എന്ന് പറഞ്ഞു. ശരി, ഞാൻ വൈകിട്ടേരം വന്നേക്കാട്ടോ വിജയൻ ചേട്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പൊ ചെയ്യണില്ലാന്ന് എന്താ വിജയൻ ചേട്ടാ പെട്ടെന്ന്? ഞങ്ങൾ തമ്മിൽ വളരെ നല്ല അടുപ്പമുണ്ട്. എന്താ വിജയൻ ചേട്ടാ പെട്ടെന്ന് ചോദിച്ചു? പറഞ്ഞു, രമേശ ഞങ്ങൾ ഇന്ന് വരെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ട് വലിയൊരു തെറ്റ് നിങ്ങൾ എനിക്ക് തിരുത്തി തന്നു. ഞാനത് ആലോചിച്ച് നോക്കിയപ്പോൾ അത് വലിയൊരു തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വന്നു. ആ തെറ്റ് നിങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ഇതിനെക്കുറിച്ച് വല്ല അറിവുള്ള ആളാണ്. ഞാൻ എന്നെ പറയുന്നതല്ല, അന്ന് എനിക്ക് തോന്നിയത് ഇത് എനിക്ക് ഒരാൾ വന്ന് പറഞ്ഞു തന്ന അറിവാണ്. ഞാനത് അങ്ങേർക്ക് ഷെയർ ചെയ്തു. അപ്പൊ അത് അങ്ങേർക്ക് അത് ഭയങ്കര സന്തോഷമായി. 10 ലക്ഷം രൂപയുടെ ജീവനുമൊന്ന് പോളിസി, 80,000 രൂപ ഇയർലി ഞാൻ ക്വാർട്ടർലിയെ പറഞ്ഞത്, എങ്കിലും വേണ്ട രമേശ ഒരു വർഷത്തെ കാര്യം ഒന്നിച്ച് അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് 80,000 രൂപയുടെ ചെക്ക് എനിക്ക് അവിടെ നിന്ന് എഴുതി തന്നു. ആ പോളിസി ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പോകുന്നു. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എന്താ മരം കണ്ട് കൊടിയിടണം, രോഗം കണ്ട് ചികിത്സിക്കണം, കാറ്റിനനുസരിച്ച് കാറ്റിനനുസരിച്ച് വീശണം. അപ്പൊ ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്ന ആശയം അവിടെ പറഞ്ഞാൽ അത് ചിലപ്പോൾ ക്ലിക്കാവും. എന്ന് വെച്ചിട്ട് എല്ലാം ചക്കയിടുമ്പോഴും മൊയിൽ ചാവണമെന്നില്ല കേട്ടോ. ഞാൻ ഉദാഹരണം പറയാം, ഒരു ചക്കയിട്ട് മൊയിൽ എത്തുമെന്ന് ഓർത്തിട്ട് എല്ലാ ചക്കയിടുമ്പോഴും മൊയിലായാലും ഓടി വരണമെന്നില്ല, ആ മൊയിലിന്റെ തലയിൽ ചക്ക വീഴണമെന്നില്ല. അപ്പോൾ അങ്ങനെ 2 അനുഭവം എനിക്ക് ആ ഒരു പോയിന്റ് ഔട്ട് ചെയ്തതിലൂടെ എനിക്ക് 2 പോളിസി ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഒരു പോളിസി ഫ്യൂച്ചറിൽ എനിക്ക് വരുന്നു. അങ്ങനെ ഒത്തിരി ഓക്കെ ഒത്തിരി സാർ. ഓക്കെ അനുഭവങ്ങൾ എനിക്ക് പറയാൻ കേട്ടോ. ഓക്കെ ശരി ശരി. ഓക്കെ, നേരത്തെ സംസാരിച്ചപ്പോ കോമ്പറ്റീഷനെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു, അതായത് ബാങ്ക് അഷ്യൂറൻസ് ഇല്ലെങ്കിൽ ഓൺലൈൻ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അതിനിടയിൽ സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു പക്ഷേ നിലവിൽ നമ്മളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ നമുക്ക് കോമ്പറ്റീറ്റർ ആവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മറികടക്കാം. അപ്പൊ എനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇത് മറികടക്കാൻ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ മറ്റുള്ള ഏജൻസിൽ നിന്ന് ഞാൻ എങ്ങനെ വ്യത്യസ്തനാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. ആ ഒരു ധാരണയെ കുറിച്ച് ഞാൻ സാറോട് ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ള ഏജൻസിൽ നിന്ന് രമേശൻ സാറിന്റെ വ്യത്യസ്തത എന്താണ്? ആത്മവിശ്വാസം തരുന്ന വ്യത്യസ്തത എന്തായിട്ടാ ഫീൽ ചെയ്തിരിക്കുന്നത്? സാറേ അത് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമെന്ന് വെച്ചാൽ പലരും ഇങ്ങനെ ആ പഴയ സ്ട്രാറ്റജി കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരിതാണ്. ഞാൻ പല ഏജന്റുമാരോടും പറയും, നമ്മളുടെ ഒരു പൊസിഷൻ മാറുന്ന അനുസരിച്ചിട്ട് നമ്മളുടെ അപ്രോച്ച് അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന വാഹനം, നമ്മൾ ഇടുന്ന ഡ്രസ്സ്, ഇതെല്ലാം നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട്. അപ്പൊ പലരും പറയും, ഞാനിപ്പോ ഒരു കസ്റ്റമർ ഒരു 8-10 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് 2 വീലർ ഉപയോഗിക്കാറില്ല. 10 അല്ല, ഒരു 15 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് നമ്മളൊരു കാറിനാണ് പോണത്. നമ്മളൊരു കാറിന് ഒരു കസ്റ്റമറെ എടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ നമുക്ക് അവരുടെ മുമ്പിൽ നമുക്ക് തരാറുണ്ട്. അവരുടെ ആ മുഖത്തെ എക്സ്പ്രഷൻസും അവർ നമ്മളോടുള്ള അപ്രോച്ചും കാണുമ്പോൾ നമുക്കറിയാം നമുക്കൊരു പ്രയോറിറ്റി, നമ്മളുടെ ഒരു കൺസിഡറേഷൻ, ഒരു ഇത് നമുക്ക് തരുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അവര് ചെന്നിട്ട് ഒരു ഉദാഹരണം ഞാൻ ഇപ്പൊ പറയാം. ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ ഒരു 50 ലക്ഷം രൂപയുടെ ഒരു പോളിസി ഞാൻ ക്ലോസ് ചെയ്തു. അത് 1 കോടി തന്നെ ഞാൻ പറഞ്ഞത് 50 ലക്ഷമായിട്ട് റെഡ്യൂസ് ചെയ്തു. അതിന്റെ തൊട്ടടുത്ത് അയാളുടെ വീടിനോട് ഒരു ബന്ധുവാണ്, അയാളുടെ വീടിന്റെ ഒരതിരാണ്, തൃപ്പൂണിത്തുറ ബ്രാഞ്ചിലെ ഒരു ഏജന്റാണ്. പക്ഷെ അയാൾ അവിടെ ചെന്നിട്ട് 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് മാക്സിമം സംസാരിക്കുകയുള്ളൂ. പക്ഷെ അയാൾ അത്യാവശ്യം നല്ല റോയൽറ്റി ഉള്ള ആളാണ്. അപ്പൊ ഇത് എനിക്കറിയാം, അയാൾ കുറച്ച് റഫ് മനുഷ്യനാണ്. അയാൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, അയാൾ ഇങ്ങനെ ഭയങ്കര ഹർബറിയാണ്, അയാൾക്ക് ചിരിക്കാൻ പോലും അറിയില്ലെന്ന്. ഞാൻ അയാൾ ഇതുവരെ ചിരിച്ചു കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ടഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
ഞാൻ അവിടെ ചെന്ന് ഇവർ ചെന്നിട്ട് എപ്പോഴും സംസാരിക്കുന്നത് 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, എനിക്ക് ഇത്രയും വാല്യൂ അവർ ഇട്ടിട്ടുള്ളൂ, അത്രയും വാല്യൂ എനിക്ക് തന്നിട്ടുള്ളൂ. ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങേരോട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മളുടെ ഒരു അണ്ടർ എസ്റ്റിമേഷൻ ചിലപ്പോൾ എനിക്കും സംഭവിച്ചിട്ടുണ്ട് കുറച്ച് കാലം മുമ്പൊക്കെ. അപ്പൊ നമ്മൾ അവരെ ആ രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ നമുക്ക് അതിൻ്റെതായ വാല്യൂ നമുക്ക് തരും. ആ പോളിസി ഞാൻ അവരുടെ എല്ലാ ദിവസവും അവർ കാണുന്നതാണ്. അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾ, ഈ വീട്ടില് ഒരു മരണം സംഭവിച്ചാൽ 40 ദിവസം അവര് വിലയെടുക്കേണ്ട വീട്, അത്രയ്ക്ക് നല്ല അടുപ്പമുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം ആണ് സംസാരിക്കുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് 1 കോടി, 1.5 കോടി സംസാരിച്ചു. 1 കോടിയിലേക്ക് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ 50 ലക്ഷം സംസാരിച്ചുള്ളൂ. അപ്പൊ നമ്മൾ ആ കസ്റ്റമറെ കാണുമ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ, അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ഏജന്റുമാരിനേക്കാൾ കൂടുതൽ ഒരു പ്രയോറിറ്റി നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ ധാരാളം ആളുകൾ, അതായത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഏജൻസ് ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് ഉണ്ട്. അതായത് നമുക്ക് നോക്കൂ, പുതിയ ബിസിനസ്സാണ്, ഓരോ സമയത്തും നമ്മൾ ചെയ്യേണ്ടത് പുതിയ പുതിയ ബിസിനസ്സുകളാണ്. പക്ഷെ നിലവിലുള്ള പോളിസികൾക്ക് സർവീസ് കൊടുക്കുകയും വേണം. അപ്പൊ ഈ 30 വർഷങ്ങളായിട്ട് ഇപ്പൊ സാറ് വെഹിക്കിൾ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യയിൽ 10-400 പോളിസി ചെയ്യുന്നു, LICയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സർവീസും പുതിയ ബിസിനസിന്റെ ആ ഒരു പിന്നെ കാര്യങ്ങളും കൂടെ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് പോകുന്നത്? കാരണം ബിസിനസ് ടാർഗറ്റ് വേണം, MDRT ഗാലക്സി എന്ന് പറയുന്ന അത്തരത്തിലുള്ള ആ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള പോളിസികൾക്ക് ദ ബെസ്റ്റ് സർവീസ് കൊടുക്കണം. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ധാരാളം ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. കാരണം സർവീസ് ട്രാപ്പിൽ പെട്ടുപോയിട്ട് പുതിയ പോളിസികളിലേക്ക് പോകാൻ കഴിയാത്ത ആളുകളുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെയാ സാറ് ബാലൻസ് ചെയ്യുന്നത്? സാറേ, യുണൈറ്റഡ് ഇന്ത്യയിലെ ബിസിനസിന്റെ കാര്യത്തിൽ ഞാൻ കൂടുതലായിട്ട് ഇൻവോൾവ് ആവാറില്ല. എൻ്റെ സ്റ്റാഫ് അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നെ പോലെ തന്നെ വളരെ മിടുക്കരായ സ്റ്റാഫിനെ ഞാൻ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരിൽ നിൽക്കാത്ത കാര്യത്തിന് മാത്രം കസ്റ്റമർ എന്നെ വിളിക്കും. അത് ഞാൻ വേണ്ട കാര്യങ്ങൾ, ഞാനത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പൊ അവരും ഹാപ്പി. അപ്പൊ ഞാൻ പറയും, ഇതിനൊക്കെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ എൻ്റെ ഓഫീസിൽ വിളിച്ചോളൂ, എന്നേക്കാൾ അവർ വളരെ മിടുക്കരാണ്, ഏബിൾ ആണ്, നോളജീവ് ആണ് എന്ന് പറഞ്ഞിട്ട് അവരെ ആ രീതിയിലേക്ക് ചെയ്യും. പിന്നെ പുതിയൊരു ഇൻഷുറൻസ് ചേർക്കാൻ, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചേർക്കാൻ പോകുന്നത് ഞാൻ തന്നെ പോകും, ഞാൻ അത് സംസാരിക്കും. പിന്നെ LIC ബിസിനസ്സിൽ ഞാൻ എൻ്റെ സ്റ്റാഫിനെ ഇൻവോൾവ് ആക്കാറില്ല. അതിൻ്റെ പ്രപ്പോസൽ ഓഫീസിലേക്ക് വിടുന്നത്, എൻ്റെ വീടും എൻ്റെ ഓഫീസും എൻ്റെ വീടുമായിട്ട് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഓഫീസിലെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരെ വിടുകയും ഈ പ്രപ്പോസലെ കാണാൻ പോകുന്നതും അത് ക്ലോസ് ചെയ്യുന്നതും മെഡിക്കലിൽ ചെയ്യുന്നതും ബാക്കിയുള്ള ഒരു കാര്യത്തിലും ഞാൻ എൻ്റെ സ്റ്റാഫിനെ ഇൻവോൾവ് ആക്കാറില്ല. പിന്നെ എപ്പോഴും ഞാൻ ആ കസ്റ്റമറുമായിട്ട്, ഒരു കുറച്ച് ഹൈ എൻഡ് കസ്റ്റമർ ആണെങ്കിൽ അവരുടെ ചെക്ക് ഇപ്പോൾ എന്നോട് പറയും, എൻ്റെ വലിയ കസ്റ്റമർ എന്നോട് പറയും, രമേശ ലിങ്ക് ഇട്ട് തന്നാൽ മതി, ഞാൻ നേരിട്ട് വന്നോളാം, എന്നാലും ഞാൻ ഓൺലൈനിൽ കയറി അടക്കണം. പക്ഷേ സാറേ, ഞാൻ അവരെ കൊണ്ട് ഓൺലൈനിൽ അടപ്പിക്കില്ല. ഞാൻ പോയി ഒന്ന് ചിരിച്ച് സംസാരിച്ച് 5 മിനിറ്റ് സംസാരിച്ച് ചെക്കായിട്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോരും. അപ്പോൾ അതിന് എനിക്ക് ഒരു ബർഡൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സാറ്. എനിക്കിപ്പോൾ ഏകദേശം 800 കസ്റ്റമേഴ്സോളം ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. ഈ 800 കസ്റ്റമറേയും ഓൾമോസ്റ്റ് എല്ലാ മന്ത്ലി ECS ആണ് കൊടുക്കണേ. എങ്കിലും ഞാൻ അവരുമായിട്ട് എപ്പോഴും ഒരു കോൺവെർസേഷൻ റിലേഷൻഷിപ്പ് ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കും, കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു ബർഡനായിട്ട് തോന്നില്ല. മറ്റത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടില്ല. ചില ദിവസങ്ങളിലൊക്കെ കുറച്ച് സ്ട്രെസ് വരും. അത് നമ്മുടെ ഫീൽഡിൽ പറഞ്ഞേക്കണല്ലേ, അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടല്ലേ ഇവിടം വരെ എത്തിയതും വന്നതും. അത് എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഞാനൊക്കെ പുതിയ പുതിയ പ്രോസ്പെക്റ്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ധാരാളം നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. ഉദാഹരണത്തിന് BNI മെമ്പറാണ്, റോട്ടറി ക്ലബിൽ മെമ്പറാണ്, JCIയിൽ ഇൻവോൾവ്ഡ് ആണ്, നാട്ടിലുള്ള കുറെ ലോക്കൽ ഓർഗനൈസേഷൻസിലൊക്കെ മെമ്പറാണ്. കോൺഷ്യസ്ലി കുറച്ചും കൂടെ എഫക്റ്റീവ് പ്രോസ്പെക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ അങ്ങോട്ട് ചെലവാക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. സാർ അതുപോലെ എന്തെങ്കിലും നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ള വ്യക്തിയാണോ? എന്താണ് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം? ഇല്ല സാറേ, ഞാൻ ഇങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിലും ഞാനില്ല. ഒന്നിലുമേ ഇല്ല. ഞാനൊരു BNIയിൽ ചേരാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വന്നതാണ്. പക്ഷെ അപ്പോഴത്തേനും അവിടെ വേറെ ആളെ ജോയിൻ ചെയ്തു. പിന്നെ ഞാനിതിനകത്ത് ഒന്നും പോയില്ലേലും പണ്ട് ഒരു പഴഞ്ചൊല്ല്, സുന്ദരിക്ക് എന്തിനാ പൊട്ടുകുത്തനെന്ന് ചോദിച്ച മാതിരി, നമുക്ക് ദൈവാനുഗ്രഹത്താൽ നമുക്ക് അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള, അല്ലെങ്കിൽ എൻ്റെ ക്ലബ്ബ്, അല്ലെങ്കിൽ എൻ്റെ MDRT ഇതെല്ലാം ക്വാളിഫൈ ചെയ്യാനുള്ള ബിസിനസ് എനിക്ക് ജഗദീശൻ എനിക്ക് കൊണ്ടുതരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഈവൻ സോഷ്യൽ മീഡിയയിൽ പോലും
ഞാൻ ആകെ ഉപയോഗിക്കുന്നത് വാട്സപ്പ് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതിനകത്ത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഇത് മനഃപൂർവ്വം ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടി ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. പലർക്കും ഒരു ധാരണ ഉണ്ട്, ഇത്തരത്തിലുള്ള കുറേ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് മാത്രം ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിലും ഇല്ല. എന്നിട്ടും സാർ ഈ ബിസിനസ്സിന് വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ നോക്കൂ, നമ്മളുടെ LICയുടെ ഇപ്പോഴത്തെ പുതിയ സ്ലോഗൻ തന്നെ ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സ്ലോഗനാണ് LIC മുന്നോട്ട് കൊണ്ടു നടക്കുന്നത്. നമ്മളുടെ ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കലി സാർ ഇപ്പൊ ആനന്ദിയിൽ കുറെ പോളിസി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പോളിസി സർവീസിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ടെക്നോളജി എത്രമാത്രം ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷം. സാറേ, ടെക്നോളജി ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ കാര്യത്തിൽ കുറച്ച് ബാക്കിയോടാണ്. എങ്കിലും അത്യാവശ്യമൊക്കെ എങ്ങനെ ആ കാര്യത്തിൽ ഞാൻ പിച്ച വെച്ചാണ് കുട്ടീനെ ആണെന്നാണ് എൻ്റെ ഒരു തോന്നല്. ഇപ്പൊ ഈ വർഷം ഞാൻ അനന്ത നന്നായിട്ട് പഠിച്ചു, അത് ആവശ്യകതയാണെന്ന് തോന്നി. ഇപ്പോ ഇന്നലെയും കൂടി ഒരു പോളിസി ഞാൻ ആനന്ദയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അത് ഞാൻ നന്നായിട്ട് ഞാൻ കൺവിൻസ്ഡ് ആയി. പിന്നീട് ബാക്കിയുള്ളത് ഈ കസ്റ്റമറെ ഞാനത് അപ്രോച്ച് ചെയ്യുന്നു, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സാറ് ഒരു ഇത് തന്നു, ഏതാണ് എമറാൾഡ്, അത് ഞാനൊരു സ്റ്റിക്കർ ആക്കിയിട്ട് അതിന്റെ താഴെ കുറെ വേർഡിങ്സ് എല്ലാം ചേർത്ത് ഞാനത് ആ രീതിയിൽ വാട്സപ്പ് വഴി ഞാൻ ആ സോഷ്യൽ മീഡിയ ആകെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അത് മാത്രമേ ഉള്ളൂ. ഈവൻ ഞാൻ ഫേസ്ബുക്ക് പോലും ഒക്കെ ഞാൻ നോക്കാറുണ്ട്. പക്ഷെ ഞാൻ ഫേസ്ബുക്കിലൊന്നും ഒരു ആഡ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ ഒരു അച്ചീവ്മെന്റ്സ് ഒന്നും ഞാൻ ചെയ്യാറില്ല. അതൊക്കെ ഞാൻ സ്റ്റാറ്റസ് വഴി തന്നെ വിടുന്നത്. ബാക്കി എടുക്കാൻ ഒരു പോസിബിലിറ്റി ഉള്ള കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ തന്ന കസ്റ്റമേഴ്സിനും ഞാനിത് അയച്ചു കൊടുക്കും. അപ്പോ ഞാൻ അത് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറയണത്, നിങ്ങൾ എന്നിലൂടെ LIC എന്നുള്ള മഹാപ്രസ്ഥാനത്തിൽ സ്കീം ചെയ്തുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും ഇതെല്ലാം എനിക്ക് നേടിത്തന്നത്. അത് നിങ്ങളാണ് അതിനകത്ത് കാരണഭൂതൻ. അപ്പൊ എന്നും അഗൈതമായ നന്ദിയും കടപ്പാടും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും എനിക്ക് ഉണ്ടായിരിക്കും. ഫ്യൂച്ചറിലും ഇത് ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോട് കൂടി ഞാൻ അവർക്കതെല്ലാം ഷെയർ ചെയ്യും. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഫിസിക്കലിയാണ്. ഇപ്പൊ എൻ്റെ നാട്ടിലോ എൻ്റെ പരിചയത്തിലോ എൻ്റെ കസ്റ്റമേഴ്സോ ആർക്കെങ്കിലും ഒരു അസുഖങ്ങളോ അപകടമോ പറ്റി ഹോസ്പിറ്റലിൽ ചെന്നാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ആ ഹോസ്പിറ്റലിൽ അവരെ പോയി സമീപിച്ചിരിക്കും, കണ്ടിരിക്കും. ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി അവിടെ സ്പെൻഡ് ചെയ്യും. അവർ ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷവും അവരെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ പോയി അരമണിക്കൂർ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ അവരോടൊപ്പം ഇരിക്കും. അപ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വീടുമായിട്ട് ആ കുടുംബാംഗങ്ങളുമായിട്ട് നല്ലൊരു അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് അവരെ വിളിക്കും, സംസാരിക്കും, എടുക്കും. അപ്പൊ അവര് ഹാപ്പി, ഞാനും ഹാപ്പി. കാരണം ഞാൻ ഈ പോയിന്റ് എടുത്തത്, ഞാൻ ഈ രംഗത്തൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ 56 ദിവസം ജോണ്ടീസം ബാധിച്ച് മെഡിക്കൽ ടെസ്റ്റ് കിടന്നപ്പോൾ ആണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുടെ ഒരു ഫീൽ എനിക്കുണ്ടായത്. ആ സമയത്ത് നമ്മൾ രോഗാവസ്ഥയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മളെ കാണാൻ വരുന്ന ആൾക്കാര് അത് നമുക്ക് കിട്ടുന്ന മരുന്നിനേക്കാൾ വലിയ ഒരു കഴിക്കണ മരുന്നിനേക്കാൾ വലിയൊരു ഔഷധമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനത് ഇപ്പോഴും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അപ്പൊ നമുക്ക് എപ്പോഴും അവരുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പും നമുക്കത് ബിൽഡ് ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ സാർ ധാരാളം ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ പോകുന്ന ഒരാളാണ്. ഒരു വർഷത്തിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിനകത്ത് ഒരു വർഷത്തിൽ ഒരു ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എത്രമാത്രം ബഡ്ജറ്റുകൾ മാറ്റി വെക്കാറുണ്ട്? ഇപ്പൊ സാർ പറഞ്ഞു കേരളത്തിലുള്ള ഏകദേശം എല്ലാ ട്രെയിനേഴ്സിൻ്റെ അടുത്തും പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ട്രെയിനിങ് നമ്മുടെ ബിസിനസ്സിനെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്, ഞാൻ അടക്കമുള്ള ട്രെയിനേഴ്സ് ഉണ്ടല്ലോ. സാറേ, ഈ ട്രെയിനിങ് ഒരു 5 വർഷമായിട്ട് 5 വർഷം 2022 തോന്നുന്നു, 2021 തോന്നുന്നു. ഞാൻ 2020 ഞാൻ ആദ്യമായിട്ട് പ്രവീൺ സാറിന്റെ ക്ലാസ്സിൽ കയറുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ട്രെയിനേഴ്സും അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് ബഡ്ജറ്റ് ഒന്നും മാറ്റി വെക്കുന്നില്ല. ഇങ്ങനെ അവരുടെ ട്രെയിനിങ് അവര് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഞാൻ അതിനകത്ത് ഞാൻ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നിജു മോഹൻദാസ്, SN രാജേഷ്, ഇവിടുന്ന് ട്രെയിനിങ്ങിൽ ഞാൻ ജോയിൻ ചെയ്തില്ല. പക്ഷെ ചില ഓൺലൈൻ മീറ്റിംഗ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ കയറാറുണ്ട്. പക്ഷെ ആ ട്രെയിനിങ്ങിലൂടെ മാത്രം അതിൽ നിന്ന് കിട്ടിയ വാക്കുകളും പ്രചോദനങ്ങളും മാത്രം. ഇപ്പൊ സാറിന്റെ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയ വാക്കാണ് കടല് ശാന്തമായിട്ട് നമുക്ക് തോണി ഇറക്കാൻ പറ്റില്ല. ഒരു വാക്ക്, വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാൻ ഭാര്യയും ഭർത്താവും എൻ്റെ ഓഫീസിൽ വന്ന് ഞാൻ വെറുതെ ഒന്ന് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, രമേശ ഇപ്പൊ വേണ്ട, നടക്കില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പോകാൻ നേരത്ത് പറഞ്ഞു, ചേട്ടാ
കടല് ശാന്തമായിട്ട് തോണി ഇറക്കാൻ പറ്റില്ല കേട്ടോ. ചേട്ടന്റെ എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർന്നിട്ട് ചേട്ടന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്യാൻ ചിലപ്പോൾ ചേട്ടന് പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ ഒരു പ്ലാൻ തരാൻ എനിക്കും പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തു. അപ്പോഴും പറഞ്ഞു എൻ്റെ അടുത്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഈവൻ ചേട്ടൻ ആരുടെ അടുത്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. പിറ്റേ ദിവസം ഭാര്യയും ഭർത്താവും കൂടെ കൂടി സാറേ ഇവർ എൻ്റെ ഓഫീസിൽ കയറി വന്നു. ഞാൻ 9:30 ഓഫീസിൽ ചെല്ലുമ്പോൾ ഇവർ 9:10 എൻ്റെ ഓഫീസിൽ വന്നിരിക്കും. എൻ്റെ സ്റ്റാഫ് എന്നെ വിളിച്ചു, സാറേ ഇവിടെ 2 പേര് കാണാൻ വന്നിരിപ്പുണ്ട്, സാറേ എപ്പോൾ എത്തുമെന്ന് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചു. ഇന്നയാളാന്ന് പറഞ്ഞു. മോളെ ഞാൻ ഇപ്പോൾ എത്തിയേക്കാന്ന് പറഞ്ഞു. അവിടെ വന്നിട്ട് മന്ത്ലി 2356 രൂപ മന്ത്ലി പ്രീമിയം അടയ്ക്കുന്ന ഒരു പോളിസി എൻ്റെ അടുത്ത് അവർ വന്ന് ചെയ്ത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സാറിന്റെ ക്ലാസ്സിൽ കയറിയ ആ ഒരു വാക്കിലാണ് എനിക്ക് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ആ ട്രെയിനിങ് വലിയൊരു അസറ്റ് അല്ലേ സാറേ, വലിയൊരു സംഭാവനയല്ലേ എനിക്ക് തന്നത്. ആ ഒരു പോളിസി കംപ്ലീറ്റ് ചെയ്തതിലൂടെ എനിക്ക് സാറിന് തന്ന ഫീസ് എനിക്ക് മുതലായില്ലേ. എനിക്കതൊരു വലിയൊരു അസറ്റും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ വാക്കുകളുണ്ട്. സാറ് പറയുന്ന ചില വാക്കുകൾ, ഏത് കൊടും കാട്ടിലൂടെയും പലവട്ടം നടക്കുമ്പോൾ വഴി തെളിയും. അതുപോലെ തന്നെ കടല് ശാന്തമായിട്ട് തോണി ഇറക്കാൻ പറ്റില്ല, എമറാൾഡ് കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഡാമിന്റെ കാര്യം, ഫൈനാൻഷ്യൽ ജംഗ്ഷൻ, ഫണ്ടിങ് റെസ്പോൺസിബിലിറ്റി, ഈ വാക്കുകളൊക്കെ ആണ് നമ്മൾ അപ്ലൈ ചെയ്യും. ഒന്ന് പ്രവീൺ സാറിന്റെ ക്ലാസ്, ഇന്നലെ രവീന്ദ്ര സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 7:30. അതിനകത്ത് ബിനോയ് സാറിനെ ഞാനത് കണ്ടു. ഞാനത് ഫുൾഫിൽ ചെയ്തില്ല, എനിക്ക് വേറൊരു കോള് വന്നു. അപ്പോൾ ഇതിന്റെ ഇമ്പാക്ട് മൊത്തം ട്രെയിനിങ്ങിലൂടെ കിട്ടിയതാണ്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് ബഡ്ജറ്റ് ഒന്നും മാറ്റി വെക്കാറില്ല. എവിടെയാണെങ്കിലും ഞാൻ പോകും. ഓക്കെ, അപ്പോൾ അടുത്ത 2 ക്വസ്റ്റ്യനോട് കൂടി ഈ സംഗതി അവസാനിക്കും. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഇവിടെയുള്ള പ്ലാറ്റ്ഫോമിൽ 228 ആളുണ്ട്. ഇതിനകത്ത് നമ്മളുടെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ കുറേ പേരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പം നോക്കൂ, ഞങ്ങൾ ഈ ചാറ്റ് വിത്ത് ചാമ്പ്യൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തിരിക്കുന്നത് ബൈജൂസ് അക്കാദമിയുടെ ഗ്രോമാക്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്താണ്. ഇന്ന് ഞാനത് എല്ലാവർക്കും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഇന്റർവ്യൂ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ബൈജൂസ് അക്കാദമിയുടെ ഗ്രോമാക്സ് ക്ലബിൽ ഇല്ലാത്ത കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗ്രോമാക്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് ഞങ്ങൾ കുറേ ട്രെയിനിങ് പ്രോഗ്രാം, ഭാവിയിൽ ബൈജൂസ് അക്കാദമിയുടെ ഫ്രീ ട്രെയിനിങ് സെഷൻസ് ഒന്നും മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാവില്ല, ഗ്രോമാക്സിലേക്ക് മാത്രം ഒതുക്കി കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രോമാക്സിൽ ജോയിൻ ചെയ്യാൻ വേറൊന്നുമില്ല, ഒറ്റത്തവണ നിങ്ങൾ 1750 രൂപ അടച്ചാൽ മതി. ഒരു തവണ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യണ്ടൂ. അത് ലൈഫ് ടൈം നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും. അതുകൂടാതെ ഞങ്ങളുടെ ബ്രാൻഡ് ബിൽഡർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും സൗജന്യമായിട്ട് കിട്ടും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഗ്രോമാക്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രീഹരിനെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ എൻ്റെ മൊബൈൽ ഫോൺ നമ്പർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം മുതൽ നമ്മളുടെ എല്ലാ സെഷൻസും ഗ്രോമാക്സിൽ മാത്രം ഉണ്ടാവുള്ളൂ. പുറത്തുള്ള ആളുകളിലേക്ക് ഞങ്ങൾ ഫ്രീ സെഷൻ കൊടുക്കുന്നത്, ഞാൻ ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു 5 വർഷമായി. ധാരാളം ഫ്രീ സെഷൻസ് ചെയ്ത ഒരു ട്രെയിനർ എന്ന നിലയിൽ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ ഏകദേശം 70ഓളം ട്രെയിനിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും ട്രെയിനിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത ട്രെയിനേഴ്സ് ഒന്നും കേരളത്തിൽ ഇല്ല. അപ്പം 2026 തൊട്ട് നമ്മളുടെ എല്ലാ പ്രോഗ്രാമും ഗ്രോമാക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒറ്റത്തവണ ഫീസ് അടച്ചാൽ മതി. 1750 രൂപയാണ്. 1500 രൂപ വിലയുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും മാർക്കറ്റിംഗ് ചെയ്യാൻ. ഇതൊരു അറിയിപ്പായിട്ട് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് സാറോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ പുതിയ തലമുറയൊന്നും നമ്മളുടെ ബിസിനസ്സിലേക്ക് അധികം വരുന്നില്ല. ആസ് എ ട്രെയിനർ എന്ന നിലയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ മുഴുവൻ ഒരു ഏജ് ഗ്രൂപ്പ്, ഒരു ഇൻ ബിറ്റ്വീൻ ഒരു 40ക്ക് മേലെയുള്ള ആളുകളാണ്. പക്ഷെ ഇപ്പൊ ഭീമാസഖി പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്നപ്പോൾ ധാരാളം പുതിയ ആളുകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ അവർ ഈ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഒരു സെഷൻ, സാറിൻ്റെ ഈ ഒരു ഇന്റർവ്യൂ ബൈജൂസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവരത് കേൾക്കും. ഇപ്പൊ പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആളുകളോട് 30 വർഷത്തെ എക്സ്പീരിയൻസിൽ രമേശൻ സാറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? പുതിയതായിട്ട് വരുന്ന അവര് എല്ലാവരും ഇപ്പോഴത്തെ യങ്ങേഴ്സ്, ഇപ്പൊ എന്റെ മകനടക്കം, അവര് ഇന്ന് എന്ത് ചെയ്തു അതിന് ഇമ്മീഡിയറ്റ് ഒരു റിസൾട്ട് അല്ലെങ്കിൽ റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോഴത്തെ തലമുറ. കാരണം ഇപ്പോൾ വരുന്ന പുതിയ തലമുറ ഏജൻസിയിലേക്ക്, ഈ ഫീൽഡിലേക്ക് വരുന്നവരെല്ലാം അതിന്റെ സ്ട്രഗിളിങ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിട്ടേൺ പ്രതീക്ഷിച്ചോ, പെട്ടെന്നുള്ള റിട്ടേൺ പ്രതീക്ഷിച്ചാണ് വരുന്നത്. അങ്ങനെ പെട്ടെന്നുള്ള റിസൾട്ട് പ്രതീക്ഷിച്ച് ഈ രംഗത്തേക്ക് വരുന്നവർക്ക് ഇതിനകത്ത് സക്സസ് ആവാൻ പറ്റില്ല. ഇത് കുറച്ച് ക്ഷമയോടെ, ഞാൻ ആദ്യം എൻ്റെ ഏജൻസി കമ്മീഷൻ 156 രൂപയാണ് എൻ്റെ ആദ്യത്തെ കമ്മീഷൻ. അപ്പോൾ ആ 156 രൂപ അത് അന്ന് മാർച്ചിലാണ് അത് ഞാൻ ഏജൻസി എടുക്കുന്നത്. ആ 156 രൂപ അതിൽ പോരാ എന്ന് പറഞ്ഞ് ഞാൻ ആ ഫീൽഡ് വിട്ടിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ ഉയരങ്ങളിൽ എനിക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ നമ്മള്
പെട്ടെന്ന് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് വരരുത്. കാരണം ഇതൊരു വൈറ്റ് കോളർ ജോബ് അല്ല എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ യുവതലമുറയോട് ഇതിനകത്ത് പറയാനുള്ളത്. നമുക്ക് കുറച്ച് സഹനശക്തിയും കുറച്ച് ക്ഷമയും കുറച്ച് എല്ലാവരെയും അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കഴിവും അതെല്ലാം നമ്മൾ ഇതിൽ കൂടെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഈ രംഗത്ത് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, ഓക്കെ. അടുത്തത് ഇപ്പൊ നോക്കി, ഈ 30 വർഷത്തിനിടയ്ക്ക് ധാരാളം മാറ്റങ്ങൾ കണ്ടൊരു വ്യക്തിയായിരിക്കും. ഇൻഡസ്ട്രിയിലും ആളുകളുടെ ഇടയിലും ഒക്കെ ധാരാളം ചേഞ്ചസ് കണ്ട് മുന്നോട്ട് കുതിച്ച അല്ലെങ്കിൽ മുന്നോട്ട് നടന്ന ഒരാളായിരിക്കും രമേശൻ സാറ്. അടുത്തൊരു 5-10 വർഷത്തിനകത്ത് ഇതിനകത്ത് എന്ത് മാറ്റങ്ങളായിരിക്കും പുതുതായിട്ട് വരിക എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇൻസൈറ്റ് സാറ് ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇപ്പൊ നോക്കൂ, പാർലമെന്റിൽ പുതിയൊരു ബില്ല് പാസ്സാവാൻ പോണു, കോമ്പോസിറ്റ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ആശയം. അത് കുറച്ചു കാലം മാറ്റി വെച്ചാണെങ്കിൽ കൂടി ഇത്തവണ അത് പാസ്സാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഏജന്റിന് കുറേ കമ്പനികളെ കൂടെ ഒരു കോർപ്പറേറ്റ് ഏജന്റിനെ പോലെ കുറേ കമ്പനികളിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കുറേ മാറ്റങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്മീഷൻ സ്ട്രക്ചറിൽ, പ്രോഡക്റ്റിന്റെ സംഗതിയിൽ. ഇപ്പോൾ ഇന്നലെ എനിക്ക് മെറ്റ് ലൈഫിൽ നിന്ന് ഏതോ ഒരു ധാരാളം കോള് എനിക്ക് വരാറുണ്ട്. ഇന്ന് ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ ആ വർഷം തന്നെ റിട്ടേൺ തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോളിസി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ 2 വർഷം കൂടുമ്പോൾ മണി ബാക്ക് ഒക്കെ കൊടുക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അടുത്ത 5-10 വർഷത്തിനകത്ത് സാറ് ഈ ഇൻഡസ്ട്രിയിൽ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ സാറുടെ മനസ്സിലുണ്ടോ? നമ്മുടെ ഇൻഡസ്ട്രി എഫക്ട് ചെയ്യുന്ന ഒരു മാറ്റങ്ങൾ വരും. ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ സാറിന്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ? സാറേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ വരുന്ന വാളിന് അപ്പപ്പ വെട്ടുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് എനിക്ക്. ഞാൻ അടുത്ത 10 വർഷത്തിന് ശേഷം എന്താവും അതിനെ കുറിച്ച് ഉൾക്കൊണ്ട കാര്യങ്ങളുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താ കാറ്റിനനുസരിച്ച് വീശുക, രോഗം കണ്ട് ചികിത്സിക്കുക. ഞാൻ അത്ര മാത്രമേ അതിനകത്ത് കണ്ടിട്ടുള്ളൂ. പിന്നെ ഇത്രയും നാളൊക്കെ ഈ ക്വസ്റ്റ്യൻ ഞാൻ സാറോട് ചോദിക്കാനുള്ള റീസൺ, ധാരാളം ഏജൻസ് എന്നോട് ഫോണിലും നേരിട്ടൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്, ബൈജു ഒരുപാട് ചേഞ്ചസ് ആ വരുന്നത്, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും നിൽക്കാൻ പറ്റുന്നു തോന്നണില്ല, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന് പഴയ പോലെ ബിസിനസ് ഒന്നും കിട്ടുന്നില്ല. 30 വർഷം ആയ ഒരാളുടെ അഭിപ്രായം കേട്ടില്ലേ? അടുത്ത 10 വർഷം 5 വർഷം ഇതിനകത്ത് എന്ത് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എപ്പോഴും സാമ്പത്തിക ആസൂത്രണം, ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സാമ്പത്തിക ആസൂത്രണം നിലവിലുള്ള സാഹചര്യം വെച്ച് ചെയ്യണമെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ബിസിനസ് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അത് മാത്രം ആലോചിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അത് തന്നെയാണ് നമ്മളുടെ രമേശൻ സാറ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് വളരെ സന്തോഷം. ഫൈനലി സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഈ 30 വർഷം കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് അച്ചീവ്മെന്റും നേട്ടങ്ങളും ഒക്കെ ആയിട്ട് എത്തി നിൽക്കുന്നുണ്ട്. ഇനി ഈ ഇൻഡസ്ട്രിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു തൊഴിലിലൂടെ എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ദിസ് ഈസ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ. എന്തൊക്കെ നേട്ടങ്ങൾ ഇനിയും നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാറേ, ഞാനത് അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ സാർ, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും വീണ്ടും പറയുകയാണ്. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചുള്ള ലക്ഷ്യങ്ങൾ, ഞാനിപ്പോ ഒരു ഗാലക്സി ക്ലബ് മെമ്പറാണ്. 2020 മുതൽ തുടർച്ചയായിട്ട് MD ആട്ടി. 2023 ഡബിൾ MD ആട്ടി. 2027 26 MD കംപ്ലീറ്റ് ചെയ്തു. 2027 ഒരു എന്താ പറഞ്ഞ ഒരു COT ചെയ്യണമെന്നും ഒരു കോർപ്പറേറ്റ് ക്ലബ്ബ് അലങ്കരിക്കണമെന്നും കൂടി എൻ്റെ ഒരു സ്വപ്നമുണ്ട്. അതാണ് എൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ തവണയും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്തിപ്പെടാറില്ല. എന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അത് തന്നെ എന്നുള്ള ലക്ഷ്യം നടക്കുന്നില്ല. ഞാൻ വളരെ ശാന്തമായിട്ട്, വളരെ വലിയ ഉയർച്ചയോ വലിയ താഴ്ചയോ ഇല്ലാതെ വളരെ ശാന്തമായിട്ട് അങ്ങോട്ട് പോകണം. അതിനിടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ ഇപ്പൊ ഞാൻ ക്ലബ്ബ് ആണെങ്കിൽ തന്നെയും ഓരോ ക്ലബ്ബും പടിപടിയായിട്ടാണ് ഞാൻ കയറി വന്നത്. അതേപോലെ തന്നെ എൻ്റെ വളർച്ചയും അതുപോലെ തന്നെ ആവണം എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നത്തിലുള്ളത് ഒരു COT അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ക്ലബ്ബ്. ഇതാണ് എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യം, എൻ്റെ ഒരു സ്വപ്നം. പിന്നെ ഇതിന് കുറച്ചുകൂടെ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു വാഹനം വാങ്ങുക. പിന്നെ വീട് നല്ല രീതിയിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റിന് അടുത്തുള്ള വീട് ഞാൻ കെട്ടിയെടുത്തു. ഇനി അതെൻ്റെ സ്വപ്നമായിരുന്നു. അത് ഞാൻ 2015 ഞാൻ ഫുൾഫിൽ ചെയ്തു. ഇനി ഇത്രയൊക്കെയാണ് എൻ്റെ. പിന്നെ 56 വയസ്സായി, അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ചിന്തിക്കുന്നില്ല. അപ്പോ അങ്ങനെ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സ്വപ്നം. എല്ലാവരെയും എൻ്റെ കൂടെ നിർത്തുകയും അവർക്ക് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും സമാധാനവും സന്തോഷവും കിട്ടണമെന്നുമാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ നിത്യപ്രാർത്ഥനയിൽ ഞാൻ കൊടുത്ത പോളിസി ഹോൾഡേഴ്സിന്റെ പ്രീമിയം അടയ്ക്കാനുള്ള ആയുസ്സും ആരോഗ്യവും മനസ്സമാധാനവും സന്തോഷവും ജോലിയും വരുമാനവും ഉണ്ടാവട്ടെ. കാരണം
അവരാണല്ലോ നമ്മളുടെ അന്നദാതാക്കള്. അവര് പ്രീമിയം അടച്ചാലാണല്ലോ നമുക്ക് അതിന്റെ കമ്മീഷൻ കിട്ടുള്ളൂ. അത് ഞാൻ ആ പോളിസി കൊടുക്കുമ്പോൾ തന്നെ, ആ പോളിസി കംപ്ലീറ്റ് ചെയ്ത്, അല്ല ആ ഡോക്യുമെന്റ് വാങ്ങുമ്പോൾ തന്നെ ഞാൻ അവരുടെ മുമ്പിൽ തന്നെ വെച്ച് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ഞാൻ ഇപ്പോഴും ഞാനത് എല്ലാ ദിവസവും ഞാനത് എൻ്റെ നിത്യപ്രാർത്ഥനയിൽ ഞാനത് പെടുത്താറുണ്ട്. ഓക്കെ രമേശൻ സാർ, എന്തായാലും ഈ ഒരു തിരക്കുള്ള സമയത്ത് രാവിലെ 6 മണിക്ക് വന്ന് ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ബൈജൂസ് അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസ്, സത്യത്തിൽ ആക്ച്വലി ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രിപ്പയർഡ് അല്ല, ഞാനത് കറക്റ്റ് ഈ സമയത്ത് ഇങ്ങനെ ചോദിച്ചു വന്നാൽ ഞാൻ സാധാരണ ബുക്കിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്യും. പക്ഷെ രമേശൻ സാറോട് ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസും നമ്മളുടെ ആളുകൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി, വളരെ സത്യസന്ധതയോടുകൂടി, യാതൊരു ഫാബ് നോക്കൂ, സാധാരണ പല ഇന്റർവ്യൂസും പല എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ ഞാൻ പല പ്ലാറ്റ്ഫോമിലും കേൾക്കാറുണ്ട്. ഒരു 40% ഇറ്റ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആയിട്ടാണ് കേൾക്കാറില്ല. പക്ഷെ യാതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയും ഇല്ലാതെ വളരെ സത്യസന്ധമായിട്ട്, വളരെ ലളിതമായിട്ട് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഈ തിരക്കിനിടയിൽ പറഞ്ഞു തന്ന രമേശൻ സാറിന് ബൈജൂസ് അക്കാദമിയുടെ പേരിലും ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോ ആളുകളുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കുറെ പേർക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടാവും. ഞാൻ പക്ഷെ റെക്കോർഡിംഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഉണ്ട്. റെക്കോർഡിംഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒരു ഇന്റർവ്യൂ യൂട്യൂബ് ചാനലിൽ, ബൈജൂസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും താങ്ക് യു വെരി മച്ച് സാർ. സാർ ആഗ്രഹിച്ച ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ സാർ ആഗ്രഹിച്ച എല്ലാ ഉയരങ്ങളിലേക്കും, കാരണം ഇതൊരു സൊസൈറ്റിക്ക് നൽകുന്ന ഒരു സർവീസാണ്. കാരണം നമ്മളൊരു ഇൻഷുറൻസ് ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റെല്ലാ ജോലികളും നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു വരുമാന മാർഗം എന്നത് അതിനോടൊപ്പം തന്നെ ഇതൊരു സർവീസും കൂടിയാണ്. ഓരോ ഫാമിലിക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, അവരുടെ സാമ്പത്തിക ആസൂത്രണത്തെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണു. അപ്പോൾ സാർ ആഗ്രഹിച്ച ആ ദീർഘായുസും മറ്റു കാര്യങ്ങളും കസ്റ്റമേഴ്സിനും സാറിനും സാറിന്റെ ഫാമിലിക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സാർ. താങ്ക് യു വെരി മച്ച്. സാറേ, എനിക്ക് 1 മിനിറ്റോടെ എനിക്ക് കയറണം. ഓക്കെ, ടേക്ക് ഇറ്റ്. എന്തായാലും രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഒരു ഇന്റർവ്യൂ ആണ്. വളരെ പ്രഗത്ഭരായ, ഞാൻ എപ്പോഴും കൃഷ്ണൻകുട്ടി സാറിനെ എപ്പോഴും എൻ്റെ വലിയൊരു റോൾ മോഡലായിട്ട് ഞാൻ കാണുന്ന ആളാണ്. പരിചയപ്പെട്ട കാലം മുതൽ ഒരു 4-5 വർഷമായിട്ടുള്ളൂ പരിചയപ്പെട്ടിട്ട്. പക്ഷേ യുണൈറ്റഡ് ഇന്ത്യയുടെ ഓഫീസിൽ കൃഷ്ണൻകുട്ടി സാർ വരുമ്പോൾ ഞാൻ അങ്ങനെ കൂടുതലായിട്ട്, കാരണം പുള്ളി അത്രയും വലിയൊരു ബിസിനസ് ചെയ്യുന്ന വലിയൊരു ആളാണ്. നമ്മളോടൊന്നും ഒന്നും സംസാരിക്കില്ല, അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ സംസാരിച്ച് വന്നപ്പോൾ രണ്ടുപേരും വളരെ ഫ്രാങ്ക് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അത്രയും വലിയ പ്രഗത്ഭരായിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലും, പിന്നെ കേരളത്തിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള, അല്ലെങ്കിൽ പാറശാല വരെയുള്ള ആൾക്കാർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ബൈജു സാറിന് അറിവ്, പവർ, നോളജ് അത് മൊണോപ്പൊളി ആയിട്ട് വെക്കാതെ ഞങ്ങളെ പോലുള്ള എളിയരായ ഏജൻസിന് പകർന്നു തരുന്ന ബൈജു സാറിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എന്നെ ഇത്രയും ശ്രമിക്കുകയും അല്ലെങ്കിൽ എന്നെ സഹിക്കുകയും ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിന്റെ, ഹൃദയത്തിന്റെ ഭാഷയിൽ സാറേ ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു.